ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് മണി ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി തിയറീസ് എന്ന് പറയുന്ന കുറച്ച് തിയറീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം വളരെ റീസെന്റ് ആയിട്ടുള്ള എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ലാസ്റ്റ് 2 എക്സാംസിന്. യൂഷ്വൽ കേസസിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എക്സാംസിൽ എന്താണ് ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രോണോളജിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് 2 എക്സാംസ് എടുത്ത് നോക്കിയാൽ അതിലുപരിയായിട്ട് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഡിമാൻഡ് ഫോർ മണി തിയറീസ് ഇന്ന് ചോദിക്കാനുണ്ട്. ഈ ഡിമാൻഡ് ഫോർ മണി തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം പോകേണ്ടത് ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയാണ്. അപ്പൊ ക്ലാസിക്കൽ തിയറിയിൽ നിന്നാണ് നമ്മൾ കെനീഷ്യൻ തിയറിയിലേക്ക് ഉണ്ടാകുന്ന ആ എവല്യൂഷൻ നമുക്ക് കാണേണ്ടത്. ദെൻ അതിനുശേഷം പോസ്റ്റ് കെനീഷ്യൻ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ സ്കൂൾ ഓഫ് തോട്ട്സ് പഠിച്ച സമയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഓരോ സ്കൂൾ ഓഫ് തോട്ട്സിന്റെയും മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവരുടെ ഓരോ ഡിമാൻഡ് ഫോർ മണി തിയറീസിലും നമുക്ക് സെപ്പറേറ്റ്ലി കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ആണ്. അപ്പൊ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പം നമ്മൾ കാണുന്നത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ്. ക്വാണ്ടിറ്റി തിയറിനെയാണ് നമ്മൾ ഈ ക്ലാസിക്കൽ ഡിമാൻഡ് ഫോർ മണി തിയറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ജനറലി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി തിയറി അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറയുമ്പോഴത്തേന് ഡിമാൻഡ് അല്ല, ഒരു സപ്ലൈ സൈഡിൽ നിന്നാണ് നമ്മൾ യൂഷ്വലി ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക അല്ലെ, എത്രമാത്രം മണി സപ്ലൈ ഉണ്ട്, മണി സപ്ലൈയുടെ ക്വാണ്ടിറ്റിയാണ്. അപ്പം ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്ത് തന്നെയാ, ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണീനെ തന്നെയാണ് നമ്മൾ ഈ എന്താണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ആയിട്ട്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ തന്നെയാണ് നമ്മൾ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം ക്ലാസിക്കൽ തിയറിയിൽ സെപ്പറേറ്റ്ലി നമ്മളൊരു ഡിമാൻഡ് ഫോർ മണി തിയറീസ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ പറയുന്ന ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ നിന്നാണ് ഇവിടുത്തെ മണി ഡിമാൻഡിന്റെ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഏതാണ്, ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണീനെയാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്വാണ്ടിറ്റി തിയറിയിലേക്ക് നമ്മൾ പോവാണ്. ക്ലാസിക്കൽ ഐഡിയാസിൽ എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ ക്വാണ്ടിറ്റി തിയറിയിലേക്ക് നമ്മൾ പോവാ. ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ലെവൽ ഇൻ ദ ക്ലാസിക്കൽ സിസ്റ്റം, we analyze the role of money. In the classical theory, the quantity of money determine aggregate demand, which in turn determine the price level. അപ്പൊ നമ്മൾ ക്ലാസിക്കൽ തിയറി നമ്മൾ ഡിസ്കസ് അല്ലെങ്കിൽ ക്ലാസിക്കൽസിന്റെ ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം അവിടെ ഏറ്റവും മേജർ ആയിട്ട് നമ്മൾ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന് മണി ന്യൂട്രാലിറ്റി, മറ്റൊന്ന് ക്ലാസിക്കൽ ഡൈക്കോട്ടമി. അപ്പൊ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് എന്താണ്, അവിടെ റിയൽ സെക്ടറും നോമിനൽ സെക്ടറും സെപ്പറേറ്റ് ആണ്. നമ്മൾ ഇതിനെ രണ്ടിനെയും ഒന്നിച്ച് അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഒരിക്കലും നോമിനൽ സെക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് റിയൽ സെക്ടറിനെ അഫക്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ റിയൽ സെക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ച് നോമിനൽ സെക്ടറിനെ അഫക്ട് ചെയ്യില്ലെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മണി സപ്ലൈ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു രീതിയിലും റിയൽ വേരിയബിൾസിനെ അഫക്ട് ചെയ്യില്ലെന്നും നമ്മൾ കണ്ടു. അപ്പം ക്ലാസിക്കൽ തിയറിയുടെ അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള 2 ഐഡിയാസ് ആണ് ഈ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയും അതുപോലെ തന്നെ ഏതാണ് മണി ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദ ഹാൾമാർക്ക് ഓഫ് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറി ഈസ് ദി സെപ്പറേഷൻ ഓഫ് റിയൽ ആൻഡ് നോമിനൽ വേരിയബിൾ. ദിസ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി enable us to examine the behavior of the real variable in the economic system while ignoring the nominal variable. In the classical model, the amount of money does not affect a real economic variable. This is known as the long term money neutrality. അപ്പം ഈ ഡൈക്കോട്ടമി മണി ന്യൂട്രാലിറ്റി ആണ് ക്ലാസിക്കൽസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻസ് ആയിട്ട് നമ്മൾ പറയാം. The classical economics used quantity theory of money to explain how nominal variable like prices and money supply are determined in the economy. അപ്പം ക്ലാസിക്കൽ ഐഡിയയില് നമ്മൾ ഈ റിയൽ സെക്ടറിനെയും നോമിനൽ സെക്ടറിനെയും സെപ്പറേറ്റ്ലി അനലൈസ് ചെയ്യുന്നുണ്ട്. റിയൽ സെക്ടറിലെ എംപ്ലോയ്മെന്റും ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനും നമ്മൾ പഠിക്കാൻ നമ്മൾ ക്ലാസിക്കൽ എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു 4 ക്വാർട്ടർ ഡയഗ്രാം ഒക്കെ വെച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ എക്സാമിൽ അത് നമുക്ക് അതിൽ നിന്ന് ഡയറക്ട്ലി ഗ്രാഫ് വൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. അപ്പം ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ്, ഈ നോമിനൽ വേരിയബിൾസ് ആയിട്ടുള്ള മണി സപ്ലൈനെയും അതുപോലെ തന്നെ പ്രൈസ് ലെവലിനെയും ഒരു എക്കോണമിയിൽ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ
യൂസ് ചെയ്യുക. The long line of famous economists have either contributed to the development of this theory or have been associated with its policy perceptions. The list include Cantillon, Hume, Ricardo, Mill, Marshall, Fisher, Pigou, Hayek and even Keynes. അപ്പൊ ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ ഏതാണ് കോൺട്രിബ്യൂഷൻസ് തന്നിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളുടെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ പ്രൈമറി ആയിട്ടുള്ള മോട്ടീവ് എന്താണ്? നിങ്ങൾ ഇതാ പഠിക്കണ്ടേ. പ്രൈമറി ആയിട്ടുള്ള മോട്ടീവ് അവിടെ ഒരു എക്കോണമിയിൽ എങ്ങനെയാണ് പ്രൈസ് ലെവലും അതുപോലെ തന്നെ മണി സപ്ലൈയും ഡിറ്റർമിൻ ചെയ്യാന്നുള്ളത് അനലൈസ് ചെയ്യാനാണ്. അപ്പം ഈ പ്രൈസ് ലെവലും മണി സപ്ലൈനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് വരാം, നമ്മൾ പഠിക്കുന്നത് ഡിമാൻഡ് ഫോർ മണി ആണല്ലോ, പിന്നെ ഇവിടെ മണി സപ്ലൈയും പ്രൈസ് ലെവലിനെ കുറിച്ചോ പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഈ ഇനിഷ്യലി നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റി തിയറിനെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്വാണ്ടിറ്റി തിയറിയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരുന്നുണ്ട്, ഈ ഡിമാൻഡ് ഫോർ മണി തിയറിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മണി എന്തിനാണ് ഡിമാൻഡ് ചെയ്യുക. മേജർ ആയിട്ട് 2 പർപ്പസുകൾക്കാണ് മണി ഡിമാൻഡ് ചെയ്യുക. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? മണി ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അപ്പം മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പർപ്പസിലാണ് മണി ആദ്യമായിട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? സ്റ്റോർ ഓഫ് വാല്യൂ. നമ്മുടെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കമ്മോഡിറ്റി ആയിട്ട് നമ്മൾ മണീനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം മണി യൂഷ്വലി ഡിമാൻഡ് ചെയ്യുന്നത് ഇവിടെ 2 പർപ്പസ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഐഡിയാസിൽ മണീനെ യൂസ് ചെയ്യുന്നത് ഈ 2 പർപ്പസുകൾക്ക് വേണ്ടി മാത്രമാണ്. ഏതൊക്കെയാണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനും സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷനും വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ എന്തിനെ യൂസ് ചെയ്യുക? മണീനെ യൂസ് ചെയ്യുക. അപ്പം ഈ ഫംഗ്ഷൻസിന്റെ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഇൻ ആൻ എക്കോണമി. അപ്പൊ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ പ്രൈമറി മോട്ടീവ് എന്താണ്? എങ്ങനെയാണ് എക്കോണമിയുടെ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത്? An exogenous change in the supply of money causes a proportionate change in the absolute price level. അപ്പം ക്വാണ്ടിറ്റി തിയറിയിലെ 2 വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. 2 വേരിയബിൾസ് എത്രയാണ്? ഏതൊക്കെയാണ്? പ്രൈസ് ലെവലും മണി സപ്ലൈയും. പ്രൈസ് ലെവലും മണി സപ്ലൈയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുക? അതായത് മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ഒരു എക്സോജനസ് ചേഞ്ച് ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എവിടെ കൊണ്ടുവരും? അബ്സല്യൂട്ട് പ്രൈസ് ലെവൽ കൊണ്ടുപോകും. മണി സപ്ലൈ കൂടുന്നോ അത്രയും തന്നെ എന്ത് ചെയ്യും? എക്കോണമിയിലെ പ്രൈസ് ലെവലും കൂടുന്നു. മണി സപ്ലൈ എത്രമാത്രം കുറയുന്നു അത്രമാത്രം പ്രൈസ് ലെവലും ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ്? ഈ മണി സപ്ലൈയും അബ്സല്യൂട്ട് പ്രൈസ് ലെവലും തമ്മിൽ ഒരു പ്രപ്പോർഷനേറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പം ഒരു എക്കോണമിയിലെ പ്രൈസ് ലെവലിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? മണി സപ്ലൈ ആണ്. മണി സപ്ലൈ കൂടിയാൽ പ്രൈസ് ലെവലും കൂടും, മണി സപ്ലൈ കുറഞ്ഞാൽ പ്രൈസ് ലെവലും കുറയും. അപ്പൊ ഒരു പ്രപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി സപ്ലൈ ആൻഡ് പ്രൈസ് ലെവൽ ആണ് എവിടെ നമുക്ക് കാണാൻ സാധിക്കുക? ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. The theory was originally formulated by the Renaissance mathematician Nicolaus Copernicus in 1570 and was influentially restated by the philosophers John Locke, David Hume and Jean Bodin. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഞാൻ ഈ പേരുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മേജർ ഉദ്ദേശം ചില സമയത്ത് നമ്മളോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ, ക്വാണ്ടിറ്റി തിയറി ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ആരാന്ന് ചോദിക്കാം. അപ്പം ആ പേരുകൾ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറിയിൽ കാൻഡിലോൺ പറഞ്ഞു, ഹ്യൂം പറഞ്ഞു, റിക്കാർഡോ പറഞ്ഞു, മില്ല് പറഞ്ഞു, മാർഷൽ പറഞ്ഞു, ഫിഷർ പറഞ്ഞു, പിഗു പറഞ്ഞു, ഹയക്ക് പറഞ്ഞു, ഈവൻ കെയ്ൻസ് പറഞ്ഞു. ദെൻ അവരുടെ കൂടെ തന്നെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറിക്ക് ഒരുപാട് വേർഷൻസ് ഉണ്ട്. നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ യൂഷ്വലി പഠിക്കുന്ന ഏതാണ്? ട്രാൻസാക്ഷൻ അപ്രോച്ചും ക്യാഷ് ബാലൻസ് അപ്രോച്ചും നമ്മൾ പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിനു മുമ്പൊക്കെ അല്ലെങ്കിൽ ഇതിലെ ആദ്യ കാലങ്ങളിൽ ഈ ക്വാണ്ടിറ്റി തിയറിയുടെ വേർഷൻസ് പ്രൊപ്പോണ്ട് ചെയ്ത എക്കണോമിസ്റ്റുകളുടെ പേരുകൾ എവിടെ തന്നിരിക്കുന്നത്? ഏതാണ്? ഈ പറയുന്ന നിക്കോളാസ് കോർപ്പോണിക്കസ്, ജോൺ ലൂക്ക്, ഡേവിഡ് ഹ്യൂം ആൻഡ് ജീൻ ബൗഡിൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റുകൾ. ഓക്കെ, ഫോർ ദം ദ കോസ് ഓഫ് റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഈസ് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ദാറ്റ് ഈസ് ഗോൾഡ് ഓർ സിൽവർ.
അപ്പം ഒരു എക്കോണമിയിൽ ഗോൾഡിന്റെയോ സിൽവറിന്റെയോ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നതാണ് അവിടുത്തെ ജനറൽ പ്രൈസ് ലെവലിനെ റൈസ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് ഈ എക്കണോമിസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഏകദേശം 1517 മുതൽ തന്നെ ഈ പ്രൈസ് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണി ആണെന്ന് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, എക്കണോമിസ്റ്റുകൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്കണോമിസ്റ്റുകളുടെ പേരുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഒരു എക്കോണമിയിൽ ജനറൽ പ്രൈസ് ലെവൽ, അതായത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പ്രൈസ് ലെവൽ റൈസ് ചെയ്യാനുള്ള മേജർ റീസൺ എന്താണ്? അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് മണി റൈസ് ചെയ്യുന്നത് തന്നെയാണ് റീസൺ. അതാണ് മേജർ ആയിട്ടുള്ള റീസൺ എന്നാണ് ഇവർ സ്റ്റേറ്റ് ചെയ്തത്. അപ്പൊ ഇതിൽ നിന്നാണ് പിന്നീടുള്ള ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത്. ദിസ് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫോർ മണി ലേറ്റർ ബിക്കം നോൺ ആസ് ദി ഗ്രഷാംസ് ലോ. അപ്പം ഏർലി ക്വാണ്ടിറ്റി തിയറിയുടെ ഒരു പർട്ടിക്കുലർ വേർഷൻ ആയിട്ട് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഗ്രഷാംസ് ലോ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലോ, അല്ലെങ്കിൽ ഈ ഡിമാൻഡ് ഫോർ മണിയുടെ ഒരു മേജർ ഏർലി പീരീഡിലെ ഒരു വേർഷൻ ആണ് ഗ്രഷാംസ് ലോ എന്ന് പറയുന്ന ലോ. അപ്പൊ എന്താണ് ഈ ഗ്രഷാംസ് ലോ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. അപ്പം നമ്മൾ എന്താണ് പറയുന്നത്? ഈ എവല്യൂഷനാ പറയുന്നത്, ഈ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തിയറിയുടെ ഒരു എവല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആ എവല്യൂഷനിൽ നമ്മൾ പറഞ്ഞു നിക്കോളാസ് കോപ്പർനിക്കസ്, അതുപോലെ തന്നെ ജോൺ ലൂക്ക്, ഡേവിഡ് ഹ്യൂമ്, ജീൻ ബൗഡിൻ എന്ന് പോലെയുള്ള എക്കണോമിസ്റ്റുകളാണ് ഇതിന്റെ എവല്യൂഷനിലെ ആദ്യ കാലങ്ങളിലുള്ള കോൺട്രിബ്യൂഷൻസ് തരുന്നത്. അപ്പം അവരുടെ ഐഡിയ അനുസരിച്ച് ഒരു എക്കോണമിയിലെ ജനറൽ പ്രൈസ് ലെവൽ ഉണ്ടാകുന്ന റൈസ് എന്തുമൂലമാണ്? അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് മണി റൈസ് ചെയ്യുന്നോണ്ടാണ്, മണി സപ്ലൈ റൈസ് ചെയ്യുന്നോണ്ടാണ്. ആദ്യ കാലങ്ങളിൽ മണിയായിട്ട് യൂസ് ചെയ്തിരുന്നത് എന്തിനെയാണ്? ഗോൾഡിനെയും സിൽവറിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഗോൾഡ് സിൽവർ ഒരുപാട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനറൽ പ്രൈസ് ലെവലും അവിടെ ഇൻക്രീസ് സംഭവിക്കുക എന്നാ പറയുന്നത്. അപ്പൊ പിന്നീട് ഇതിന്റെ ഡെവലപ്മെന്റ് എങ്ങോട്ട് മാറുന്നു? ഗ്രഷാംസ് ലോ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലോയുടെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഗ്രഷാംസ് ലോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. എന്താണ്? ബാഡ് മണി ഡ്രൈവ് ഗുഡ് മണി ഔട്ട് ഓഫ് സർക്കുലേഷൻ. അപ്പൊ ഈ ഗ്രഷാംസ് ലോയിൽ പറയുന്നത് നമ്മുടെ ഒരു എക്കോണമിയിൽ രണ്ട് മെറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു കോയിൻസ് ബിൽഡ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഒരേ ലീഗൽ ടെൻഡർ വാല്യൂ ഉള്ള ഒരു കോയിൻ, അതില് ഒരു പർട്ടിക്കുലർ കോയിൻ നിർമ്മിച്ചിരിക്കുന്നത് സിൽവർ വെച്ചും മറ്റൊരു കോയിൻ നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡ് വെച്ചുമാണ്. അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ലീഗൽ വാല്യൂ എന്ന് പറയുന്ന സെയിം ആയി. എക്സാമ്പിൾ പറഞ്ഞാൽ 100 രൂപയുടെ ഒരു കോയിൻ, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലെ 100 രൂപയുടെ കോയിൻസ് കാരണം. അപ്പം 100 രൂപയുടെ ഒരു കോയിൻ നിങ്ങൾ വിചാരിക്കുക. അപ്പം ഈ 100 രൂപയുടെ ഒരു കോയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് സിൽവർ വെച്ചും ഒരു കോയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് വെച്ചുമാണ്. അപ്പൊ ജനറലി എന്താ സംഭവിക്കുക? ഈ ഗോൾഡ് വെച്ച് ബിൽഡ് ചെയ്തിരിക്കുന്ന 100 രൂപ കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? അതിന്റെ ആ ഗോൾഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഫേസ് വാല്യൂവിനേക്കാളും മുകളിലാണ്, അല്ലെ? പക്ഷെ സിൽവറിനെ അപേക്ഷിച്ച് സിൽവർ എന്താണ്? 100 രൂപയുടെ വാല്യൂ ഉണ്ട്. സിൽവറിന് കമ്പാരിറ്റീവ്ലി ഗോൾഡിന്റെ അത്രയും ആ ഇൻട്രൻസിക് വാല്യൂ ഇല്ല. അപ്പം ആളുകൾ എന്ത് ചെയ്യും? ഈ ഒരു പർട്ടിക്കുലർ കോയിന്റെ ഗോൾഡ് യൂസ് ചെയ്തിട്ടുള്ള കോയിൻ എന്ത് ചെയ്യും? അവർ ഹോൾഡ് ചെയ്യും. അവരെന്ത് ചെയ്യത്തില്ല? ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടി അവർ ഉപയോഗിക്കത്തില്ല, അവർ മാറ്റിവെക്കും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഏതായിരിക്കും? ഈ സിൽവർ കോയിൻസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി എക്കോണമിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എന്ത് സംഭവിക്കും? ഈ വളരെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്ന കോയിൻസ് അപ്രതീക്ഷിതമാവും അല്ലെങ്കിൽ ഇല്ലാതാവും. മറ്റ് സിൽവർ വെച്ചുള്ള കോയിൻസ് ആയിരിക്കും കൂടുതലും എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അപ്പൊ ഇതിനെയാണ് ഗ്രഷാംസ് ലോ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. ഇഫ് ദ കോയിൻസ് കണ്ടെയ്ൻ മെറ്റൽ ഓഫ് ഡിഫറെന്റ് വാല്യൂസ് have the same value as a legal tender, the coins composed of the cheaper metal will be used for the payment, while those made of more expensive metal will be hoarded or exported and thus tend to disappear from the circulation. അപ്പം ഇവിടെ രണ്ട് കോയിൻസ് ആണ്. ഒരു ഗുഡ് മണി ഉണ്ട്, ബാഡ് മണി ഉണ്ട്. ഗുഡ് മണി എന്ന് നമ്മൾ ഇവിടെ വിളിക്കുന്നതിന് എന്താണ്? ഈ ഇൻട്രൻസിക് വാല്യൂ കൂടുതലുള്ള, അതായത് മെറ്റൽ വാല്യൂ കൂടുതലുള്ള മണീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗുഡ് മണി എന്ന് വിളിക്കുക. ബാഡ് മണി എന്ന് വിളിക്കുന്നത് എന്താണ്? ലെസ് ഇൻട്രൻസിക് വാല്യൂ ഉള്ള, അല്ലെങ്കിൽ ആ മെറ്റലിന് ലെസ് വാല്യൂ ഉള്ള, കമ്പയർഡ് ടു അതർ കോയിൻ ലെസ് വാല്യൂ ഉള്ള കോയിനെയാണ് നമ്മൾ ബാഡ് മണി എന്ന് വിളിക്കുക. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? ഈ ബാഡ് മണീനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ലെസ് ഇൻട്രൻസിക് വാല്യൂ ഉള്ള കോയിൻസിനെ കൂടുതൽ യൂസ് ചെയ്യുന്നു. ഗുഡ് മണീനെ അല്ലെങ്കിൽ മോർ ഇന്റൻസിക് വാല്യൂ ഉള്ള കോയിൻസിനെ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. അത് അവർ എന്ത് ചെയ്യത്തില്ല? ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യത്തില്ല. അപ്പം ഈ ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മള് ചില നിങ്ങൾക്ക് കുറെ നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സെയിന്റ് അൽഫോൺസായുടെ ചിഹ്നങ്ങളൊക്കെ പതിപ്പിച്ച കോയിൻസ് ഒക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യുമായിരുന്നു? സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം
ക്രിസ്ത്യൻസ് കൂടുതലും എന്ത് ചെയ്യും, ഈ കോയിൻസ് കണ്ടു കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും, അത് ഭയങ്കര വിശുദ്ധമായിട്ട് കണ്ട് അത് എന്ത് ചെയ്യും, കൂടുതൽ ഹോൾഡ് ചെയ്യും. അവർ സർക്കുലേഷൻസ് കൂടുതൽ യൂസ് ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കോയിൻസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്, ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് ആ കോയിൻസിന്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്രയോജനം ഗവൺമെന്റിന് മനസ്സിലാവും, അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു മണിയുടെ വാല്യൂവിനെ നമുക്ക് സർക്കുലേറ്റ് ചെയ്താലേ ഒരു എക്കോണമിക്ക് നന്നാവും. അപ്പം ഇങ്ങനെ നമ്മൾ എന്താണ് ഇൻട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാല്യൂ നമ്മൾ കൂടുതലായിട്ട് ഒരു മണിക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് സർക്കുലേറ്റ് ചെയ്യപ്പെടാതാവുന്നു, അത് എക്കോണമിക്ക് മോശമാണ്. അപ്പം ഇവിടെ ഈ ഗ്രഷാംസ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇങ്ങനെ രണ്ട് ഇൻട്രൻസിക് വാല്യൂ ഉള്ള കോയിൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ബാഡ് മണി എന്താണ് ഗുഡ് മണീനെ സർക്കുലേഷനിൽ നിന്ന് പുറത്താകുന്നു അല്ലെങ്കിൽ ഇല്ലാതാവുന്നു. അപ്പം ഈ ഒരു സിമിലർ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് അസിമെട്രിക് ഇൻഫർമേഷൻ പഠിക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അവിടെ അസിമെട്രിക് സമയത്ത് നമ്മൾ ഈ മാർക്കറ്റ് ഫോർ ലെമൺസ് എന്ന് പറയുന്ന പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കാണേണ്ട ഈ ഗ്രഷാംസ് ലോ എന്ന് പറയുന്നപ്പോ എന്താണ്, ഈ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റലിസ്റ്റിക് വാല്യൂ ഉള്ള കോയിൻസ് യൂസ് ചെയ്യുമ്പോൾ ഹയർ വാല്യൂ ഉള്ള കോയിൻസ് ഹോൾഡ് ചെയ്യപ്പെടുന്നു, മറ്റേ കോയിൻസ് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. ഓട്ടോമാറ്റിക്കലി ആ ഒരു മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ എക്കോണമിയിൽ നിന്ന് ആ ഒരു ഹയർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഹയർ ഇൻട്രൻസിക് വാല്യൂ ഉള്ള കോയിൻസ് അപ്രത്യക്ഷമാകുന്നു. ഇതിനെയാണ് ഗ്രഷാംസ് ലോ എന്ന്. അപ്പം ഈ ഗ്രഷാംസ് ലോ എന്ന് പറയുന്നത് എന്താ, ഈ ക്വാണ്ടിറ്റി തിയറിയുടെ ഒരു ഏർലി വേർഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ ഏതാണ്, ഈ പറയുന്ന രണ്ട് അപ്രോച്ചുകളാണ്. ഏതൊക്കെയാണ്, ട്രാൻസാക്ഷൻ അപ്രോച്ചും ക്യാഷ് ബാലൻസ് അപ്രോച്ചും ആണ് നമ്മളെ അപേക്ഷിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഇവിടെ ക്ലാസിക്, അതായത് 3 കൈൻഡ് ഓഫ് തിയറീസ് ആണ് ഡിമാൻഡ് ഫോർ മണിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി, സെക്കൻഡ് വൺ കെനീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി, തേർഡ് വൺ പോസ്റ്റ് കെനീഷ്യൻ തിയറീസ് ഓഫ് ഡിമാൻഡ് ഫോർ മണി. ഇങ്ങനെ 3 കൈൻഡ് ഓഫ് തിയറീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാണ്ടിറ്റി തിയറിയിൽ ഇവിടുത്തെ മേജർ ആയിട്ടുള്ള അസംഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന മണി ന്യൂട്രാലിറ്റിയും അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡൈക്കോട്ടമി ഒക്കെയാണ്. ഇനി അതുപോലെ തന്നെ മണി ഡിമാൻഡ് ചെയ്യുന്നത് 2 കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ മണിയുടെ 2 ഫംഗ്ഷൻസിനെയാണ് ഇവിടെ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുക. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പർപ്പസും സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ക്വാണ്ടിറ്റി തിയറിയുടെ നട്ട്ഷെൽ എന്ന് പറയുന്നത് എന്താണ്, an exogenous change in the money supply of money causes a proportionate change in the absolute price level. ഒരു എക്സോജനസ്ലി മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതെന്താണ്, ഒരു സെയിം പ്രപ്പോർഷൻ തന്നെ ചേഞ്ച് എവിടെയും കൊണ്ടുവരും, പ്രൈസ് ലെവലിലും കൊണ്ടുവരും. അതായത് ഒരു എക്കോണമിയിലെ ജനറൽ പ്രൈസ് ലെവൽ റൈസ് ഉണ്ടാകാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ഇൻക്രീസ് സംഭവിക്കുമ്പോഴാണ്. അപ്പം ഈ ക്വാണ്ടിറ്റി തിയറിയുടെ ഏർലി വേർഷൻ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഒന്നാണ് ഗ്രഷാംസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയാണ് നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വേർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ അപ്രോച്ചും മറ്റൊന്ന് ക്യാഷ് ബാലൻസ് അപ്രോച്ചും. ഈ 2 അപ്രോച്ചുകളിലേക്കാണ് നമുക്ക് ഇനി വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ക്വാണ്ടിറ്റി തിയറിയുടെ ഐവിംഗ് ഫിഷർ ആണ് ഈ ട്രാൻസാക്ഷൻ അപ്രോച്ചിന്റെ മേജർ പ്രൊപ്പോണ്ടർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ മണി തിയറീസ് ആണ്. പക്ഷെ ക്ലാസിക്കൽസിന് ഈ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് തിയറി നമുക്ക് അവിടെ കാണാൻ സാധിക്കത്തില്ല. ഈ ക്ലാസിക്കൽസിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, അല്ലെ? അപ്പൊ പലപ്പോഴും ഞാനൊക്കെ ആദ്യം വായിച്ച സമയത്ത് എനിക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾ ഡിമാൻഡ് ഫോർ മണി തിയറീസ് അല്ലേ പഠിക്കുന്നത്, പിന്നെ എന്ത് ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പഠിക്കുക? ക്വാണ്ടിറ്റി തിയറി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സപ്ലൈയുടെ കാര്യമല്ലേ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ക്ലാസിക്കൽസിന് എന്താണ്, ഒരു സെപ്പറേറ്റ് ഡിമാൻഡ് ഫോർ മണി തിയറി ഇല്ല. ഇവരുടെ ക്വാണ്ടിറ്റി തിയറിയിൽ നിന്നാണ് ഡിമാൻഡ് ഫോർ മണിയിലേക്ക് ഇവിടെ എത്തുക, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണിയുടെ ഫംഗ്ഷൻസിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഓൾദോ ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഈസ് ബേസിക്കലി അബൌട്ട് ദി മണി സപ്ലൈ, നോട്ട് ദ ഡിമാൻഡ് ഫോർ മണി, but it can be used to find out the demand for money in equilibrium when the demand for money is equal to the supply. Therefore, we first understand the quantity theory and then will relate it to the demand side. അപ്പം ആദ്യം നമ്മൾ എന്താണ് ക്വാണ്ടിറ്റി തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡിമാൻഡ് ഫോർ മണിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. The theory that increase in the quantity of money lead to rise in general price was
effectively put forth by the Irving Fisher. They believe that the greater the quantity of money, the higher the level of price and vice versa. Therefore, the theory which linked price with the quantity of money came to be known as the quantity theory of money. അപ്പം ക്വാണ്ടിറ്റി തിയറിയുടെ നക്ഷൽ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ലെവലും മണി സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എവിടെ സംസാരിക്കുന്നത്? ക്വാണ്ടിറ്റി തിയറിയിൽ സംസാരിക്കുന്നത്. ജനറൽ പ്രൈസ് ലെവൽ ഉണ്ടാകുന്ന റൈസ് എന്തുമൂലമാണ്? ആ എക്കോണമിയിലെ മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണി കൂടുന്നത് കൊണ്ടാണ് പ്രൈസ് ലെവൽ കൂടുക. കൂടുതൽ മണി സപ്ലൈ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. The theory can also be stated in these words: the price level rise proportionately with a given increase in the quantity of money. Conversely, the price level fall proportionally with a given decrease in the quantity of money. Other things remain the same. അപ്പം ഇവിടെ എന്താണ്? ഈ ഒരു മണി സപ്ലൈ പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ആണ് മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിൽ ഉള്ളത്. അപ്പൊ നമ്മള് ഈ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഐവിംഗ് ഫിഷർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി തിയറിക്കുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് അമേരിക്കൻ എക്കണോമിക്സ് ഐവിംഗ് ഫിഷർ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി quantity of money and the price level in the form of an equation which is called the equation of exchange. അപ്പോൾ equation of exchange എന്താ പറയുക? MV is equal to PT. അപ്പം ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ MV is equal to PT എന്ന് പറയുന്ന ഐവിംഗ് ഫിഷറിന്റെ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിനെയാണ്. അപ്പൊ പേര് ഓർത്തിരിക്കുക. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് വിളിക്കുക. അപ്പൊ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്വിയസ്ലി ക്വാണ്ടിറ്റി ഓഫ് മണി അല്ലെങ്കിൽ മണി സപ്ലൈനെയാണ് നമ്മൾ എം എന്ന് വിളിക്കുക. വി എന്ന് പറയുന്നതാണ് ട്രാൻസാക്ഷൻ വെലോസിറ്റി ഓഫ് മണി, അതല്ലെങ്കിൽ എന്താണ്? ഹൗ മെനി ടൈംസ് എ ഡോളർ ഓർ എ റുപ്പി ചേഞ്ചസ് ഹാൻഡ്സ് ഇൻ എ പീരിയഡ് ഓഫ് ടൈം. ഒരു മണി എന്ന് പറയുന്ന എത്ര ടൈംസ്, ആവറേജ്ലി എത്ര ടൈംസ് ആളുകളുടെ കൈ മാറിപ്പോകുന്നു, അതിനെയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വി എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ട്രാൻസാക്ഷൻ വെലോസിറ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ആവറേജ്ലി എത്ര ടൈംസ് നമ്മുടെ മണി ആളുകളുടെ കയ്യിൽ നിന്ന് കൈമാറപ്പെടുന്നു, അതിനെയാണ് നമ്മൾ എന്താണ്? വെലോസിറ്റി എന്ന് വിളിക്കുക. അപ്പൊ വി എന്താണ്? വെലോസിറ്റി ആണ്. ദെൻ പി എന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് ലെവൽ ആണ്. ദെൻ ടി എന്ന് പറയുന്നത് ടോട്ടൽ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, അതായത് ഒരു എക്കോണമിയിൽ അവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസാക്ഷൻ എത്രമാത്രം നടക്കുന്നുണ്ട്, ആ ഒരു വോളിയത്തെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ടീനെ പിന്നീട് വൈ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം യൂഷ്വൽ കേസസിൽ ടി എന്ന് പറയുന്നത് എന്താ? ഈ ടോട്ടൽ ഔട്ട്പുട്ട്, ആ എക്കോണമിയിലെ ടോട്ടൽ ഔട്ട്പുട്ടിന്റെ ഒരു പ്രോക്സി ആയിട്ടാണ് നമ്മൾ ടീനെ ഇവിടെ കൺസിഡർ ചെയ്യുക. അപ്പം ഇനിഷ്യലി ഐവിംഗ് ഫിഷറിന്റെ ഇക്വേഷനിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ചില ബുക്കുകൾ വായിക്കുന്ന സമയത്ത് ഈ ഒരു MV ഇസിക്കൽ ടു PT എന്ന് പറയുന്നത് MV ഇസിക്കൽ ടു PY എന്നുണ്ട്. അതിലേക്ക് അതൊരു ഇൻകം വേർഷൻ, ഇതാണ് ട്രാൻസാക്ഷൻ വേർഷൻ. ഇൻകം വേർഷൻ എന്ന് പറഞ്ഞ് ക്വാണ്ടിറ്റി തിയറിയുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പം ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? MV ഇസിക്കൽ ടു PT എന്ന് പറയുന്നത് M മണി സപ്ലൈ ആണ്, V എന്താണ്? ട്രാൻസാക്ഷൻ വെലോസിറ്റി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രാൻസാക്ഷൻ വെലോസിറ്റി, അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ് അല്ലെങ്കിൽ ഹൗ മെനി ആവറേജ് ടൈംസ് മണി ചേഞ്ചസ് ഹാൻഡ്സ് ആണ്, അല്ലെങ്കിൽ ഡോളർ ചേഞ്ചസ് ഹാൻഡ്സ് ആണ് വെലോസിറ്റി എന്ന് വിളിക്കുക. P എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ആണ്. T എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ട്രാൻസാക്ഷൻ ആണ്. ടോട്ടൽ ട്രാൻസാക്ഷൻ ആയിട്ടാണ് ടീനെ നമ്മൾ കൺസിഡർ ചെയ്യുക. The classical macroeconomic theories relies on the quantity theory of money as a theory of demand for money. This theory says that it is the quantity of money in the hands of the public that determine how high or low the price level will be. Such a conclusion has been reached since the level of output in the quantity classical model is always at full capacity level. അപ്പം ഈ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്തൊക്കെയാണ്? നമ്മൾ ഒറിജിനലി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്ലാസിക്കൽ ഐഡിയാസ് എല്ലാം ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്? ക്ലാസിക്കൽ ഡൈക്കോട്ടമി അസ്യൂം ചെയ്യുന്നുണ്ട്, മണി ന്യൂട്രാലിറ്റി അസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് അസംഷൻ ആണ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഫുൾ കപ്പാസിറ്റി ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് ഓൾവേസ് എന്ത് ചെയ്യുക? എക്കോണമി ലോങ് റണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് അസ്യൂം ദാറ്റ് output in the classical system is given or constant for a duration of the analysis. There, T is fixed and it is a proxy for national income. Velocity of circulation of money, V, is dependent on the payment behavior of people,
and is therefore a long-term constant. It is defined as a number of times a rupee changes hands during a given accounting period. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന അടുത്ത അസംഷൻ നമ്മളിപ്പോ പറഞ്ഞു MB ഈസിക്കൽ ടു PT എന്ന് പറയും. അപ്പൊ ഈ MB ഈസിക്കൽ ടു PT എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ ഈ ക്ലാസിക്കൽസ് അസ്യൂം ചെയ്യുന്ന എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ് അസ്യൂം ചെയ്യുക. അത് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം വരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അതായത് T എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അവർ പറയുന്നത്. അപ്പം ഈ ടോട്ടൽ ട്രാൻസാക്ഷൻസ് നടക്കേണ്ടത് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് എന്താ അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനനുസരിച്ചല്ലേ നടക്കൂ. അപ്പൊ T എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ അസ്യൂം ചെയ്യുക. ഇനി അതുപോലെ തന്നെ രണ്ടാമത് കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റി ആണ്, വെലോസിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പൊ ഈ വെലോസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ആളുകളുടെ പേയ്മെന്റ് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് നടക്കുക. ഈ പേയ്മെന്റ് ബിഹേവിയർ പെട്ടെന്ന് ചേഞ്ച് ചെയ്തില്ലെന്നുള്ള ഒരു അസംഷൻ ആണ് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കാണിക്കുക. അപ്പം ഈ ടിയും വിയും ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുക. അതിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ PT is the total money required for all transaction founded by multiplying the number of typical transaction by their average price. അപ്പൊ P അതായത് പ്രൈസ് ലെവലും ടോട്ടൽ ട്രാൻസാക്ഷനും ഇത് തമ്മിലുള്ള ആ പ്രൊഡക്റ്റിനെയാണ് അവിടെ പറയുന്നത്. അപ്പൊ PT എന്ന് പറയുന്നത് എന്താണ്? എത്രമാത്രം മണി അവിടുത്തെ ടോട്ടൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ എത്രമാത്രം മണി വേണമെന്നാണ് ഈ PT എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കാണിക്കുക. ഇനി MB is the total money അവൈലബിൾ ഫോർ ട്രാൻസാക്ഷൻ. അപ്പം ട്രാൻസാക്ഷൻ നടത്താൻ എത്രമാത്രം മണി വേണം അതാണ് PT എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് കാണിക്കുക. P into T എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് കാണിക്കുക. എന്താണ്? എത്രമാത്രം മണി വേണം അവിടുത്തെ ടോട്ടൽ ട്രാൻസാക്ഷൻസ് നടത്താൻ. പ്രൈസ് ലെവലും ടോട്ടൽ ട്രാൻസാക്ഷൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടുത്തെ മണി, റിക്വയർഡ് മണി അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാണ് ആ ട്രാൻസാക്ഷൻ നടത്താൻ ആവശ്യമുള്ള മണി എത്രയാന്ന് പറയും. MB എന്ന് പറയുന്നത് എന്താണ്? മണി സപ്ലൈയും വെലോസിറ്റി ആണ്. അപ്പം ഇതിന്റെ പ്രൊഡക്റ്റ് കാണിക്കുന്നത് എന്താണ്? ഈ ട്രാൻസാക്ഷൻസ് നടത്താൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മണീനെയാണ് MB കാണിക്കുക. അതാണ് MB is the total money available for the transaction founded by multiplying the money supply by how many times each unit is used. അപ്പം ഇവിടെ ആക്ച്വലി MB is equal to PT എന്ന് പറയുന്നത് എന്താ? ഇക്വിലിബ്രിയം ബിറ്റ്വീൻ അവൈലബിൾ മണി is equal to എന്താണ്? റിക്വയർഡ് മണിയാണ്. ടോട്ടൽ ട്രാൻസാക്ഷൻ നടത്താൻ ആവശ്യമുള്ള മണിയാണ് PT. ഇനി MB എന്ന് പറയുന്നത് എന്താണ്? അവൈലബിൾ ആയിട്ടുള്ള മണി സപ്ലൈയും വെലോസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? അവൈലബിൾ ആയിട്ടുള്ള മണിയാണ്. അപ്പൊ ആക്ച്വലി ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷന്റെ അർത്ഥം എന്താണ്? മണി സപ്ലൈ ഈസിക്കൽ ടു മണി ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി ഈസിക്കൽ ടു ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് തന്നെ ആക്ച്വലി ഇക്വേഷൻ കാണിക്കുന്നത്. അതായത് MB എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മണിയാണ്. PT എന്ന് പറയുന്നത് എന്താണ്? റിക്വയർഡ് മണിയാണ്. അപ്പം ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ അവൈലബിൾ ആയിട്ടുള്ള മണിയും റിക്വയർഡ് മണിയും തമ്മിലുള്ള ഈ ഒരു ഇക്വാളിറ്റി ഉണ്ടായാൽ മാത്രമാണ് എക്കോണമി എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയത്തിൽ വരിക. അപ്പം MB ഈസിക്കൽ ടു PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? മണി സപ്ലൈ ഈസിക്കൽ ടു മണി ഡിമാൻഡ് എന്ന് പറയുന്ന ആ ഇക്വിലിബ്രിയം കണ്ടീഷനെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഇക്വേഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്ന എന്താ? നമുക്ക് ഓരോ വാല്യൂസിനെ കണ്ടുപിടിക്കാനാണ്. അപ്പം ഇവിടുത്തെ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് തിയറി എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത് പ്രൈസ് ലെവലിനെ എങ്ങനെയാണ് പ്രൈസ് ലെവലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. അപ്പം ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ MB ഈസിക്കൽ ടു PT എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ നമ്മൾ റീറൈറ്റ് ചെയ്യുക. അതായത് ഈ Pനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ Pനെ നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു പർട്ടിക്കുലർ Pനെ ഇവിടെ തന്നെ നിർത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ Tനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എന്താണ്? P ഈസിക്കൽ ടു MB ഡിവൈഡ് ബൈ T എന്നായി. അതായത് പ്രൈസ് ലെവൽ എന്താണ്? ഡയറക്ട്ലി റിലേറ്റഡ് ടു മണി സപ്ലൈ ആൻഡ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ദി വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈസ് ലെവൽ P ഈസിക്കൽ ടു MB ഡിവൈഡ് ബൈ T എന്നായി. അതായത് പ്രൈസ് ലെവലിനെ പ്രൈസ് ലെവലിനോട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എന്തൊക്കെ? മണി സപ്ലൈയും വെലോസിറ്റിയും. ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ് ഏതാണ്? ട്രാൻസാക്ഷൻസ്, വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ സെയിം ഇക്വേഷനിൽ നമുക്ക് എന്താ? ഈ Tയും V എന്നും പറയുന്നത് നമ്മൾ എന്താ?
ഓൾറെഡി കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ബാർ കൊടുക്കാം. ഈ ബാർ കാണിക്കുന്ന എന്താ, ആക്ച്വലി ബിയും ടിയും കോൺസ്റ്റന്റ് അസ്യൂം ചെയ്തിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞു. എന്താണ്, നമ്മൾ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആ. കാരണം എന്താണ്, ഫുൾ കപ്പാസിറ്റി ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്, അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, പേയ്മെന്റ് ബിഹേവിയർ, അതെന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ക്ലാസിക്കൽ തിയറിയിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പം പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുന്ന എന്തിനോടാണ്, മണി സപ്ലൈനോടാണ്. അപ്പം ഈ സെയിം ഇക്വേഷനെ തന്നെ മറ്റൊരു രീതിയിൽ എഴുതുകയാണ്, പി ഇസിക്കൽ ടു വി ബൈ ടി ഇൻറ്റു എം എന്നുള്ളത്. അപ്പൊ ബിയും ടിയും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതെന്താണ്, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് സംഭവിക്കത്തില്ല. അപ്പം പ്രൈസ് ലെവലും മണി സപ്ലൈ എന്താണ്, ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. മണി സപ്ലൈ കൂടിയാൽ പ്രൈസ് ലെവലും കൂടും, മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ലെവലും കുറയുന്നു. അപ്പം പ്രൈസ് ലെവലും മണി സപ്ലൈയും തമ്മിലുള്ള ഒരു പ്രപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടുത്തെ മേജർ രണ്ട് അസംഷൻ എന്ന് പറയുന്ന വിയും ടിയും കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുകയാണ്. അതാണ് മേജർ ആയിട്ടുള്ള അസംഷൻസ് ആയിട്ട് നമ്മൾ പറയുക. സിൻസ് വി ആൻഡ് ടി ആർ ബോത്ത് കോൺസ്റ്റന്റ്, this form of equation give us a direct relation between money supply and price level. If M doubles, P will also double. If M is reduced by half, price level will also be halved. In this sense, classical quantity theory of money can be called a theory of price level. Actually, classical quantity of theory കാണിക്കുന്ന എന്താ, പ്രൈസ് ലെവലിന്റെ തിയറി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രൈസ് ലെവലിനെ എങ്ങനെയാണ്, ജനറൽ പ്രൈസ് ലെവലിനെ എക്കോണമിയിൽ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം പി ഇൻക്രീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പി എപ്പോഴാണ് കൂടുന്നത്, ക്വാണ്ടിറ്റി ഓഫ് മണി അല്ലെങ്കിൽ മണി സപ്ലൈ കൂടുമ്പോഴാണ്. പി എപ്പോഴാണ്, അല്ലെങ്കിൽ പ്രൈസ് ലെവൽ റെഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് പ്രൈസ് ലെവലും റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ആണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, എം വി ഇസിക്കൽ ടു പി ടി ആണ്. അവിടെ എം എന്ന് പറയുന്ന മണി സപ്ലൈ, വി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ വെലോസിറ്റി, പി എന്ന് പറയുന്നത് പ്രൈസ് ലെവല്, ടി എന്ന് പറയുന്ന ടോട്ടൽ ഏതാണ്, ട്രാൻസാക്ഷൻ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വിയും ടിയും കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസും മണി സപ്ലൈയും തമ്മിലൊരു ഡയറക്റ്റ് ആൻഡ് പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണ്. പി ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്, മണി സപ്ലൈ കൂടുമ്പോഴാണ്. മണി സപ്ലൈ കൂടിയാൽ പി കൂടും, മണി സപ്ലൈ കുറഞ്ഞാൽ പി കുറയുന്നു. അപ്പൊ ഇതാണ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് ഈ പറയുന്ന ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഇൻകം വേർഷൻ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എം വി ഇസിക്കൽ ടു പി ടി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ എം വി ഇസിക്കൽ ടു പി ടി എന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ്, എം വി ഇസിക്കൽ ടു പി വൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം. പി വൈ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. അപ്പൊ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ, ഒരു എക്കോണമിയിൽ നടത്തുന്ന ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷന്റെ ഡേറ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല, അല്ലെ? എത്രമാത്രം ട്രാൻസാക്ഷൻ നടക്കുന്നു, അല്ലെ? ഇന്ത്യ പോലുള്ള രാജ്യമാണെങ്കിൽ കോടിക്കണക്കിന് ആളുകളാണല്ലോ. അപ്പൊ ഈ കോടിക്കണക്കിന് ആളുകൾ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷന്റെയും ഡേറ്റ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്താണ്, നാഷണൽ ഇൻകത്തിന്റെ അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ടിന്റെ ഡേറ്റ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഈ നാഷണൽ ഔട്ട്പുട്ടിന്റെ ഡേറ്റ ഈസിലി അവൈലബിൾ, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ ഇൻകത്തിന്റെ ഏതാണ് ഡേറ്റ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ഈ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ടിക്ക് പകരം എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി, വൈ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻകം യൂസ് ചെയ്യാൻ തുടങ്ങി. അതാ ഇവിടെ പറയുന്നത്. ഫിഷേഴ്സ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ടു ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി described in equation 1 and the 2 above considers such variable as total volume of transaction and average price level of these transactions as conceptually vague and difficult to measure. Therefore, in later years, quantity theory was formulated in income form, which consider real income or national output rather than all transactions. As the data regarding national income or the output is readily available, the income version of the quantity theory is being increasingly used. Moreover, the average price level of the output is more meaningful and useful concept. Indeed, in actual practice, the general price level in the country is measured taking into account only the price of final goods and services which constitute national product. It may be noted that even in this income version of the quantity theory of money, the function of money is considered to be a means of exchange as in the
ട്രാൻസാക്ഷൻ അപ്രോച്ച് ഓഫ് ഫിഷർ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയ ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഈ ഐവിൻ ഫിഷറിന്റെ ട്രാൻസാക്ഷൻ അപ്രോച്ചിലും ഈ ഇൻകം വേർഷനിലും ട്രാൻസാക്ഷൻ വേർഷനിലും ഇൻകം വേർഷനിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന മണിയുടെ ഒരേ ഒരു മണിയുടെ ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമാണ്. അതേതാണ്? മീൻസ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ മാത്രമാണ് നമ്മൾ ഈ ഫിഷർ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിലും അല്ലെങ്കിൽ ഇൻകം വേർഷനിലും, ഈ രണ്ട് വേർഷനിലും ട്രാൻസാക്ഷൻ വേർഷനിലും ഇൻകം വേർഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? ഈ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു പർപ്പസ് ആണ്. മണി യൂസ് ചെയ്യുന്ന എന്തിനാണ്? ആളുകൾക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ. അതുകൊണ്ടാണ് ടോട്ടൽ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്തത് ഫിഷർ ഐഡന്റിറ്റിയിൽ. അപ്പം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമാണ് ഡീൽ ചെയ്തത്. നമ്മൾ ഒരിക്കലും സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന ആ രണ്ടാമത്തെ ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്തില്ല. അത് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഇനി നമ്മൾ കാണാൻ പോകുന്ന ക്യാഷ് ബാലൻസ് അപ്രോച്ചിലാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുക. In this approach, the concept of income velocity of money has been used instead of transaction velocity of circulation. അപ്പൊ അപ്പുറത്ത് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MV = PT എന്ന് പറയുന്ന ഫിഷറിന്റെ V എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻ വെലോസിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ട്രാൻസാക്ഷൻ വെലോസിറ്റിയോട് തന്നെ സിമിലർ ആയിട്ടുള്ള സാധനമാണ് ഇൻകം വെലോസിറ്റി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ യൂഷ്വലി നമ്മൾ T/M ആണ് ചെയ്യുക. T/M ആണ് ചെയ്യുക. ഇവിടെ ഇൻകം വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? Y/M ചെയ്താൽ മതി. അതായത് ഇൻകം ഡിവൈഡ് ബൈ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ മണി സപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇത് മാത്രമാണ് ഡിഫറൻസ് വരിക. അപ്പം ഈ ഒരു ഇൻകം വേർഷൻസിലേക്ക് വരുമ്പം രണ്ട് മേജർ ഡിഫറൻസുകളുണ്ട്. ഒന്ന് എന്താണ്? ടിക്ക് പകരം ടോട്ടൽ ട്രാൻസാക്ഷന് പകരം ഇൻകം, നാഷണൽ ഇൻകം യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടോട്ടൽ വെലോസിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് അപ്പുറത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഇൻകം വെലോസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ബൈ ഇൻകം വെലോസിറ്റി we mean the average number of times per period a unit of money is used in making payment involving final goods and services, that is national product of national income. In fact, income velocity of money is measured by Y/M, where Y stand for real national income and M for the quantity for money. In view of the above, the income version of quantity theory of money is written as MV = അപ്പം ഇൻകം വേർഷനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? MV = PT എന്ന് പറയുന്നത് എന്തായി? ടിക്ക് പകരം Y ആയി. ടിക്ക് പകരം നമ്മളിവിടെ Y യൂസ് ചെയ്യുന്നു. അതാണ് ഇൻകം വേർഷൻ. അപ്പൊ ഇൻകം വേർഷന്റെ ഡിഫറൻസ് എന്താ? ടോട്ടൽ ട്രാൻസാക്ഷന് പകരം എന്താണ്? നാഷണൽ ഇൻകം, റിയൽ നാഷണൽ ഇൻകം ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു ഇവിടെ എന്താണ്? M ക്വാണ്ടിറ്റി ഓഫ് മണി തന്നെയാണ്. മേളിൽ പറഞ്ഞിരിക്കുന്ന അതേ പോയിന്റ് തന്നെയാണ് വരിക. V എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻ വെലോസിറ്റിന്ന് ഇൻകം വെലോസിറ്റി ആയിട്ട് മാറുന്നു. P എന്ന് പറയുന്ന ആവറേജ് പ്രൈസ് ലെവൽ തന്നെയാണ്. ദെൻ അടുത്തത് Y എന്ന് പറയുന്നത് എന്താ? റിയൽ നാഷണൽ ഇൻകം ആവുന്നു. അഗ്രഗേറ്റ് ഔട്ട്പുട്ട് ആയിട്ട് Y മാറുവാണ്. അപ്പൊ റിയൽ നാഷണൽ ഇൻകത്തെയാണ് Y ഡിനോട്ട് ചെയ്യുക. അപ്പുറത്തായിരുന്നപ്പോ അതെന്തായിരുന്നു? MV. അപ്പുറത്ത് നമ്മൾ പറഞ്ഞപ്പോ MV = PT ആയിരുന്നു. PT ആയിരുന്നു. അത് PY ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആ സെയിം ഇക്വേഷൻ തന്നെ റീറൈറ്റ് ചെയ്തിരിക്കുക ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താ? നമ്മൾ പ്രൈസ് ലെവലിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ എന്ത് ചെയ്യുന്നു? P = P നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് Y നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലെ? അതാണ്. അപ്പം എന്തായി? P = MV / Y എന്നുള്ളതായി. മണി സപ്ലൈയോടും വെലോസിറ്റിയോടും എന്താണ്? ഡയറക്ട്ലി റിലേറ്റഡ് ആണ് പ്രൈസ് ലെവല്. ഇൻകത്തോട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പറയുന്ന വിയും വിയും വൈയും കോൺസ്റ്റന്റ് ആണ് അല്ലെ? വിയും വൈയും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ലെവല് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് മണി സപ്ലൈ ആയിട്ട്. അതാ കാണിക്കുന്നത്. മണി സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് ലെവലും കൂടുന്നു, മണി സപ്ലൈ കുറയുമ്പോൾ പ്രൈസ് ലെവലും കുറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇറ്റ് ഫോളോ ഫ്രം ദ ഇക്വേഷൻ 3 and 4 above that with income velocity and national output remaining constant, price level is determined by the quantity of money. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അവിടെ ആകെ ചേഞ്ച് വന്നിരിക്കുന്നത് ആ ടി എന്നുള്ളത് വൈ ആയി. ആ ടി എന്നുള്ളത് വൈ ആയാലും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റിലേഷൻഷിപ്പ് തന്നെയാണ്. പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഓഫ് മണിയും തമ്മിൽ എന്താണ്? ഒരു ഡയറക്ട്ലി റിലേഷൻഷിപ്പ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ പറയുന്നത് എന്താ? പ്രൈസ് ലെവലും മണി സപ്ലൈ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാ. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ മണി ഡിമാൻഡിന്റെ തിയറിയാക്കി മാറ്റുന്നു, അതാണ് നമുക്കിനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? MV = PY അല്ലെങ്കിൽ MV = PT. ഇതിൽ ഏത് വേർഷനും ആയിക്കോട്ടെ,
ട്രാൻസാക്ഷൻ വേർഷൻ ആയിക്കോട്ടെ, ഇൻകം വേർഷൻ ആയിക്കോട്ടെ, ഈ ഏത് വേർഷൻ ആയാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? ഡിമാൻഡ് ഫോർ മണിയുടെ തിയറിയാണ്. അത് ഡിമാൻഡ് ഫോർ മണിയുടെ തിയറിയിലേക്ക് ഇത് എങ്ങനെ വരുന്നു, അതാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ എന്താണ് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന രണ്ട് വേർഷൻസും MV = PT എന്ന് പറയുന്നതും MV = P എന്ന് പറഞ്ഞ രണ്ട് വേർഷൻസും ഉണ്ട്. ഈ രണ്ട് വേർഷൻസും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു മണി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? The money demand refers to the amount of money people wanted to hold to facilitate transaction influenced by the price level, transaction volume and the velocity of money. അപ്പം ആളുകൾ മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ആളുകൾ മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് ട്രാൻസാക്ഷൻസ് നടത്താനാ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്താനാണ് മണി വേണ്ടത് അല്ലേ? അല്ലെങ്കിൽ മണിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് സാധനങ്ങൾ മേടിക്കാനും അത് അതിനുള്ള യൂട്ടിലിറ്റി കൈവരിക്കാനും വേണ്ടിയാണ് മണി ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ട്രാൻസാക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ്? പ്രൈസ് ലെവൽ അല്ലെ, നമ്മുടെ ട്രാൻസാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ലെവലാണ് പ്രൈസ് ലെവൽ. പിന്നെ എന്താണ്? വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ വെലോസിറ്റി, V എന്താണ്? നമ്മുടെ വെലോസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻ ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, മണീസ് പ്രൈമറി റോൾ ഈസ് ദി മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സോ മണി ഡിമാൻഡ് ഈസ് ടൈഡ് ടു ദി നീഡ് ഫോർ ദി ട്രാൻസാക്ഷൻ. അപ്പൊ ആളുകളുടെ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയാണ് മണി ഡിമാൻഡ് ചെയ്യുക. ഇൻ ഇക്വിലിബ്രിയം, മണി സപ്ലൈ ഈക്വൽ ദി മണി ഡിമാൻഡ്. Thus, M can be replaced by MD in the equilibrium situation. Therefore, the above equation should be MD into V is equal to P into T. അതായത് ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും പറയുന്നത് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് എപ്പോഴാണ്? മണി സപ്ലൈ മണി ഡിമാൻഡും ഇക്വിലിബ്രിയത്തിലാവുക. അതായത് MS is equal to, അതായത് MS is equal to MD എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മണി സപ്ലൈ മണി ഡിമാൻഡ് എന്ന്, അല്ലെങ്കിൽ MV is equal to PT എന്ന് പറയുന്ന ഇക്വേഷനിൽ M എന്ന് പറയുന്ന മണി സപ്ലൈ ആണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? മണി സപ്ലൈനെ മാറ്റി അത് മണി ഡിമാൻഡ് ആകുന്നു. കാരണം ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ മണി സപ്ലൈയുടെ ക്വാണ്ടിറ്റി തന്നെ മണി ഡിമാൻഡും വരിക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ എമ്മിനെ MD ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ക്വാണ്ടിറ്റി ഓഫ് മണി അല്ലെങ്കിൽ മണി സപ്ലൈനെ മാറ്റി നമ്മൾ മണി ഡിമാൻഡ് ആക്കുന്നു. കാരണം ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ മണി സപ്ലൈ ഈസ് ഈക്വൽ ടു മണി ഡിമാൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം? മണി സപ്ലൈനെ മാറ്റി നമുക്ക് മണി ഡിമാൻഡ് നിൽക്കുക. അപ്പൊ ഇക്വേഷൻ എന്തായി? MD into V is equal to P into T അല്ലെ? അപ്പം ഏതാണ്? Vയും Tയും കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഇക്വേഷൻസിനെ റീഅറേഞ്ച് ചെയ്യുന്നു. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻസിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മണി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിനോട് ഡയറക്ട്ലി റിലേറ്റഡ് ആ? പ്രൈസ് ലെവലിനോടും ടോട്ടൽ ട്രാൻസാക്ഷനോടും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. വോളിയം ഓഫ് ട്രാൻസാക്ഷനോട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇത് ട്രാൻസാക്ഷൻ വേർഷൻ. ഇനി ഇൻകം വേർഷൻ വരുമ്പോഴത്തേനും എന്താണ്? മണി ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ലെവലിനോടും ഇൻകത്തിനോടും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. വെലോസിറ്റിയോട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അപ്പം ഇവിടെ എന്താണ്? കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടി. അതായത് ആളുകൾ മണി കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? പ്രൈസ് ലെവൽ കൂടിയാൽ അവരെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർക്ക് കൂടുതൽ മണി ആവശ്യമായിട്ട് വരും അല്ലെ? എക്കോണമിയിൽ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂടുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കൂടുതൽ മണി ഡിമാൻഡ് ചെയ്യും. കാരണം ട്രാൻസാക്ഷൻ പർപ്പസിന് കൂടുതൽ മണി അവർക്ക് ആവശ്യമായിട്ട് വരും. ഇനി അതുപോലെ തന്നെ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് കൂടിയാലും എന്ത് സംഭവിക്കും? അവിടെ മണി ഡിമാൻഡ് റൈസ് ചെയ്യുന്നു. അപ്പം ഈ പറയുന്ന ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന Pയും Tയും ആയിട്ട് എന്താണ്? ഈ പറയുന്ന പോലെ ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇനി വെലോസിറ്റി കൂടിയാൽ എന്ത് പറയും? ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. വെലോസിറ്റി കുറഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് വെലോസിറ്റി ഓഫ് മണി ആയിട്ട്. ഇനി ഇവിടെ ഇൻകം വേർഷനിലേക്ക് വരുമ്പോൾ Tക്ക് പകരം ഇവിടെ എന്താണ്? ഇൻകം ആവുന്നു, Y ആവുന്നു, നാഷണൽ ഔട്ട്പുട്ട് ആവുന്നു. അപ്പം ഇൻകം ആളുകൾക്ക് കൂടിയാലും, ഇത് നമ്മൾ കെനീഷ്യൻ വേർഷൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കെനീഷ്യൻ വേർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ കെനീഷ്യൻ വേർഷനിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആളുകളുടെ ഇൻകം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും? റൈസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഇനിഷ്യൽ വേർഷൻ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആളുകൾക്ക് ഇൻകം കൂടിയാൽ അവരെന്ത് ചെയ്യും? കൂടുതൽ മണി ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. അതിനെ കാണിക്കാനും നമുക്ക് ഇവിടെ. അപ്പം പ്രൈസ് ലെവലിനോടും ഇൻകത്തിനോടും ഡയറക്ട്ലി റിലേറ്റഡ് ആണ് മണി ഡിമാൻഡ്. വെലോസിറ്റിയോട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അപ്പം നമുക്ക് എന്താണ് ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതനുസരിച്ച് അതെന്താണ്? പ്രൈസ് ലെവലിന്റെ തിയറിയാന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ തിയറിയിൽ നിന്ന് നമുക്ക് എന്ത് സാധിച്ചു? ഡിമാൻഡ് ഫോർ മണിനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ രണ്ട് ഇക്വേഷനിലും, ട്രാൻസാക്ഷൻ വേർഷനിലെയും ഇൻകം വേർഷനിലെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ മണി ഡിമാൻഡിന്റെ ഇക്വേഷനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിച്ചു. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ?
അപ്പൊ ഇവിടെ എന്താ, ഇവിടെ ഒരേ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ എം ബി ഇസിക്കൽ ടു പി ടി എന്ന് പറയുന്ന ഇക്വേഷന് ഇത് മണി സപ്ലൈ ആയിരുന്നു. നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എം എസ് ഇസിക്കൽ ടു എം ഡി ആണ്, മണി സപ്ലൈ ഇസിക്കൽ ടു മണി ഡിമാൻഡ് ആണ്. അതുകൊണ്ട് ഈ എമ്മിന് പകരം നമ്മൾ എന്ത് ചെയ്തു, എം ഡി അവിടെ യൂസ് ചെയ്തു. അപ്പൊ എം ഡി ഇൻറ്റു വി ഇസിക്കൽ ടു പി ഇൻറ്റു ടി എന്നുള്ളതായി. അത് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്താണ് ഈ ഒരു വേർഷൻ കിട്ടും. ഇനി രണ്ടാമത്തത് എം ബി ഇസിക്കൽ ടു പി വൈ ആണെങ്കിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു വേർഷൻ കിട്ടും. അതുവഴി നമുക്ക് ഡിമാൻഡ് ഫോർ മണിയുടെ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ നമുക്ക് പറഞ്ഞ് ഒന്ന് കമന്റ് ചെയ്യാം ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഫസ്റ്റ് ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ ഫസ്റ്റ് വേർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രാൻസാക്ഷൻ വേർഷനും ഇൻകം വേർഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് എവിടെയാണ്? കേംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിലാണ്. അപ്പൊ അപ്പുറത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ട്രാൻസാക്ഷൻ അപ്രോച്ചിലും ഇൻകം വേർഷൻ ആണെങ്കിലും നമ്മൾ അവിടെ മണിയുടെ ഏത് ഫംഗ്ഷൻ ആണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാഷ് ബാലൻസ് അപ്രോച്ചിലേക്ക്, കേംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിലേക്ക് വരുമ്പം ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പർപ്പസ് അല്ല നമ്മൾ യൂസ് ചെയ്യുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മണിയുടെ സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫംഗ്ഷനെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഈ കേംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഇതും എന്ത് തന്നെയാ, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ മറ്റൊരു വേർഷൻ ആണ്. ഒറിജിനൽ ക്വാണ്ടിറ്റി തിയറി എന്ന് പറയുന്ന ഈ രണ്ട് അല്ലെ, പല വേർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രഷാംസ് ലോ കണ്ടു, ട്രാൻസാക്ഷൻ അപ്രോച്ച് കണ്ടു, ഇൻകം വേർഷൻ കണ്ടു. ഇപ്പോഴാണ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിലേക്ക് നമ്മൾ എത്തുന്നത്. ദിസ് അപ്രോച്ച് ഈസ് പാർട്ട് ഓഫ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആൻഡ് വാസ് ഡെവലപ്ഡ് ബൈ ദി എക്കണോമിക്സ് ഫ്രം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡിംഗ് ആർഫർ മാർഷൽ, AC പിഗു ആൻഡ് JM കെയ്ൻസ്. അപ്പം ഇവിടെ നമ്മൾ കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി പഠിക്കുന്നത് സെപ്പറേറ്റ്ലി നമ്മൾ ലിക്വിഡിറ്റി പ്രിഫറൻസിലേക്ക് പോകും. പക്ഷെ കെയ്ൻസിന്റെ ആദ്യകാലത്തെ വർക്കുകളിൽ കെയ്ൻസ് എന്താണ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി തിയറി തന്നെയാണ്. പിന്നീടാണ് കെയ്ൻസ് എന്ത് ചെയ്യുന്നത്, ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് തിയറിയിലേക്ക് പോകുന്നത്. അപ്പം ഈ കേംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിൽ ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി കെയ്ൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു തിയറിയിലേക്ക് പോകുന്നത്. അൺലൈക്ക് ദ ഫിഷർ വേർഷൻ which emphasizes the transaction motive for the holding money, the Cambridge approach focuses on money as a store of value. അപ്പൊ സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, the Cambridge economics explain the determination of value of money in the line with the determination of value in general. The value of commodity is determined by demand for and supply for it, and likewise according to him the value of money is determined by the demand for and supply of money. അപ്പം ഇവിടെ കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന എങ്ങനെയാണ്, അതിന്റെ ഡിമാൻഡും സപ്ലൈനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരു എക്കോണമിയിൽ മണിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താ, മണി സപ്ലൈയും മണി ഡിമാൻഡിനെയും ബേസ് ചെയ്തിട്ടാ. എത്രമാത്രം സപ്ലൈ ഉണ്ടോ, എത്രമാത്രം ഡിമാൻഡ് ഉണ്ടോ, ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം മണിയുടെ വാല്യൂ എന്ത് ചെയ്യാൻ, ഡിറ്റർമിൻ ചെയ്യാൻ. കമ്മോഡിറ്റിയുടെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, in the cash balance approach to the demand for money, Cambridge economics laid stress on the store of value function of money in sharp contrast to the medium of exchange function of money, emphasis in the Fisher's transaction approach to the demand for money. According to the cash balance approach, the public like to hold a portion of nominal income in the form of money. Let us call this portion of nominal income that people wanted to hold in the money as K. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെ, നമ്മുടെ കൈവശം ഹോൾഡ് ചെയ്യുക, ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയല്ല. അപ്പം എല്ലാ ആളുകളും അവരുടെ ഇൻകത്തിന്റെ, അവരുടെ നോമിനൽ ഇൻകത്തിന്റെ ഒരു സെർട്ടൈൻ പോർഷൻ എന്ത് ചെയ്യും, എപ്പോഴും കയ്യില് സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് കീപ്പ് ചെയ്യും. എന്തിനു വേണ്ടി, അവർക്ക് ആ വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മണി അവർ യൂസ് ചെയ്യുക. അപ്പം ഈ നോമിനൽ ഇൻകത്തിന്റെ എത്രമാത്രം പോർഷൻ അവര്
ട്രാൻസാക്ഷൻ പർപ്പസിന് അല്ലാതെ മാറ്റി അവരുടെ കയ്യിൽ സ്റ്റോറോ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആ വാല്യൂവിനെ എന്നാണ് നമ്മൾ എന്ത് വിളിക്കുക, കെ എന്ന് വിളിക്കുക. അപ്പൊ കെ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രൊപ്പോർഷൻ ഓഫ് നോമിനൽ ഇൻകം ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ഹോൾഡ് ഇൻ മണി എന്നാണ്. അപ്പം എന്താണ് മണി ആയിട്ട് നമ്മുടെ നോമിനൽ ഇൻകത്തിന്റെ എത്ര പോർഷൻ ആണ് മണി ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസാക്ഷൻ പർപ്പസ് അല്ല ഹോൾഡ് ചെയ്യുന്നു, സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷന് വേണ്ടി മാറ്റി വെക്കുന്നു, അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, കെ എന്ന് വിളിക്കുക. ഓക്കെ, then the cash balance approach can be written as MD is equal to KPY. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ക്യാഷ് ബാലൻസ് അപ്രോച്ചിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ സെപ്പറേറ്റ്ലി ഓരോ എക്കണോമിസ്റ്റുകളുടെയും ഇക്വേഷനിലേക്ക് നമ്മൾ സെപ്പറേറ്റ്ലി നമുക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഇതെന്താണ്, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. മണി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, KPY, അതായത് കെ എന്ന് പറയുന്ന പ്രപ്പോർഷൻ, അതായത് കെ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ്, ദ പ്രപ്പോർഷൻ ഓഫ് നോമിനൽ ഇൻകം ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ഹോൾഡ് ഇൻ ദ മണി ആണ് കെ എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്നത് റിയൽ നാഷണൽ ഇൻകത്തെയാണ് വൈ എന്ന് വിളിക്കുന്നത്. പി എന്ന് പറയുന്ന പ്രൈസ് ലെവൽ ആണ്. ഈ പിയുടെയും വൈയുടെയും ഈ ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ നോമിനൽ നാഷണൽ ഇൻകം എന്ന് വിളിക്കുക. ദെൻ എം ഡി എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് മണി വിച്ച് പബ്ലിക് വാണ്ട് ടു ഹോൾഡ് ആണ്, എത്രമാത്രം മണി ഹോൾഡ് ചെയ്യണം, സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ 3 ഫാക്ടേഴ്സിനെയാണ്. ഒന്ന് കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ, 2 പ്രൈസ് ലെവല്, റിയൽ ഇൻകം. ഇങ്ങനെ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മണി ഡിമാൻഡ് ഇരിക്കുന്നത്. നൗ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം, demand for money must equal in the supply of money which are denoted by M. It is important to note that the supply of money M is exogenously given and is determined by the monetary policy of the central bank of the country. Thus, for the equilibrium in the money market, M is equal to MD. അപ്പം ഇക്വിലിബ്രിയത്തിലെ M is equal to MD ആണ്, മണി സപ്ലൈ is equal to മണി ഡിമാൻഡ്. അപ്പം നമ്മുടെ ഇനിഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, MD is equal to KPY ആണ്. അപ്പം ഈ MD നെ മാറ്റി എന്താണോ അവിടെ M ആക്കുന്നു. അപ്പം M is equal to എന്താണ്, KPY എന്നുള്ള ഇക്വേഷൻ ആയിട്ട് മാറുന്നു. അപ്പം M is equal to K. It is worth mentioning that K in the equation 1 and 2 is related to the velocity of circulation of money, V in the Fisher transaction approach. Thus, when a greater proportion of nominal income is held in the form of money, V falls. On the other hand, when less proportion of nominal income is held in the money, V rises. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ കെ എന്ന് പറയുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞു. കെ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്, എത്രമാത്രം നോമിനൽ നികത്തിന്റെ പോർഷൻ ആണ് മണി ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്നതെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ വെലോസിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു, ഹൗ മെനി ടൈംസ് ആവറേജ്ലി മണി എക്സ്ചേഞ്ച് ഹാൻഡ്സ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം ആവറേജ്ലി മണി ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നു, അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ട്രാൻസാക്ട് ചെയ്യപ്പെടാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി കുറയുമല്ലേ. അപ്പം ഈ കെയും വി എന്ന് പറയുന്നത് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാ. അതായത് ഇവിടെ ഫിഷറിന്റെ ഇക്വേഷനിലെ വി എന്ന് പറയുന്ന വെലോസിറ്റി ആണ്, ഇവിടെ ക്യാഷ് ബാലൻസ് അപ്രോച്ചിൽ കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എത്രമാത്രം പോർഷൻ ഹോൾഡ് ചെയ്യുന്നുള്ള. അപ്പം കെ കൂടിയാൽ വി കുറയും, വി കൂടിയാൽ കെ കുറയും. അതായത് ഇത് തമ്മിലൊരു ഇൻഡയറക്റ്റ് റിലേഷൻ, അല്ലെങ്കിൽ ഇവര് തമ്മിലൊരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ് കെയും വിയും തമ്മിലുള്ളത്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. When an aggregate proportion of nominal income is held in the form of money, V falls. On the other hand, when less proportion of nominal income is held in the money, V rises. കെ കൂടിയാൽ വി കുറയും, കെ കുറഞ്ഞാൽ വി കൂടും. ഈ ഒരു ഓപ്പോസിറ്റ് റിലേഷൻ അവിടെ. The higher the proportion of their real income that people decided to keep in the money, the lower will be the velocity of circulation and vice versa. It follows from the above that K is equal to 1 by V. അതായത് K എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഇൻവേഴ്സ് ആയിട്ടാണ്. അപ്പം വെലോസിറ്റിയുടെ ഇൻവേഴ്സ് ആയിട്ടാണ് ഇവിടെ എന്താ കെയിനെ കാണുക. അതായത് കെയും വിയും തമ്മിൽ എന്താണ്, ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാ. വി കൂടിയാൽ എന്ത് സംഭവിക്കും, കെ കുറയും, വി കുറഞ്ഞാല് കെ കൂടും. അല്ലെങ്കിൽ കെ കൂടിയാൽ വി കുറയും, കെ കുറഞ്ഞാൽ വി കൂടും എന്ന് പറയുന്ന ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം കെയിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, 1 by V എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. Now rearranging the equation 2, we have the cash balance approach in which P appears as the dependent variable. Thus, and rearranging equation 2, which is M is equal to
KPY. അപ്പം M is equal to KP. Money supply is equal to KPY. Money supply എന്താണ്? മണി സപ്ലൈ എന്തിനോടൊക്കെ? K എന്ന് പറയുന്ന വാല്യൂനോടും P എന്ന് പറയുന്ന വാല്യൂനോടും Y എന്ന് പറയുന്ന വാല്യൂനോടുമാണ് ഇക്വേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിനെ ഈ M is equal to KPY എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? റീഅറേഞ്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ പ്രൈമറി ഉദ്ദേശം എന്താ? P പ്രൈസ് ലെവൽ കണ്ടുപിടിക്കുക. പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്ന് അറിയാന്നല്ലേ? അപ്പം ഇവിടെ എന്താണ്? P നെ ഇവിടെ നമ്മൾ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു? M ഡിവൈഡ് ബൈ KY എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഫോം ചെയ്യുന്നു. അതാ ഇവിടെ തന്നിരിക്കുന്നത്. P is equal to M ഡിവൈഡ് ബൈ KY. അതായത് പ്രൈസ് ലെവല് മണി സപ്ലൈ ആയിട്ട് പ്രൊപ്പോർഷണലി റിലേറ്റഡ് ആണ്. കെയും വൈയും ആയിട്ട് എന്താണ്? ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഈ പ്രൈസ് ലെവൽ കൂടുന്ന എപ്പോഴാണ്? പ്രൈസ് ലെവൽ കൂടുന്നത് മണി സപ്ലൈ കൂടുമ്പോഴാണ്. അതായത് ഒറിജിനൽ ട്രാൻസാക്ഷൻ അപ്രോച്ച് പറഞ്ഞ അതേ ഐഡിയ തന്നെ ഇവിടെ പറയുന്നത്. മണി സപ്ലൈ കൂടിയാൽ പ്രൈസ് ലെവലും കൂടും, മണി സപ്ലൈ കുറഞ്ഞാൽ പ്രൈസ് ലെവലും കുറയും. ഇനി കെ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? ട്രാൻസാക്ഷൻ ട്രാൻസാക്ട് ചെയ്യപ്പെടാതെ നമ്മൾ എത്രമാത്രം പോർഷൻ കയ്യിൽ ഹോൾഡ് ചെയ്യാന്നുള്ള. അപ്പൊ ഈ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന മണി, അതായത് കെ കൂടിയാല് എന്ത് ചെയ്യും? മണി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം എന്ത് സംഭവിക്കും? പ്രൈസ് ലെവൽ കുറയും. കെ കൂടിയാല് പ്രൈസ് ലെവൽ കുറയും. ഇനി ഇൻകം കൂടിയാല് എന്ത് സംഭവിക്കും? പ്രൈസ് ലെവല് കുറയും. അല്ലെങ്കിൽ ഈ പറയുന്ന Y എന്ന് പറയുന്ന എന്താ? റിയൽ ഇൻകം അല്ലേ? റിയൽ ഔട്ട്പുട്ട് അല്ലേ? നാഷണൽ ഔട്ട്പുട്ട് അല്ലേ പറയാം. ഇനി ഈ സെയിം ഇക്വേഷനെ തന്നെ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുകയാണ് 1/k എന്ന് പറയുന്നത്. ആക്ച്വലി ഈ 1/k എന്ന് പറയുന്നത് എന്ത് തന്നെയാ? V അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു K എന്ന് പറയുന്നത് 1/V ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് എന്താണ്? 1/k ആണ് അല്ലെ? അപ്പം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ കാണിക്കുന്ന എന്ത് തന്നെയാ? VM ഡിവൈഡ് ബൈ Y എന്നുള്ളത് തന്നെയല്ലേ കാണിക്കുക. അപ്പം ഇവിടെ ഈ P is equal to 1/k into M/V എന്നുള്ളത് ഇവിടെ റീറൈറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നിങ്ങൾ എന്ത് മാത്രം അറിഞ്ഞു? ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട. നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് ഇക്വേഷൻസ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തത് മേ ബി സംടൈംസ് ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്ത് നിങ്ങളോട് ചോദിക്കാം. അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ കെയിനെ 1/k എന്ന് എഴുതി അല്ലെ? കെയിനെ 1/k എന്ന് എഴുതിയാലും റൈറ്റ് ആണത്. പിന്നെ M/Y എന്ന് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി വേണമെങ്കിൽ ഇതിനെ മൊത്തം നമുക്ക് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം? V എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യാം. V എന്ന് ഡിനോട്ട് ചെയ്താലും കറക്റ്റ് ആണ്. അത് തെറ്റൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ കെയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. While Fisher equation cash balance equation is also an accounting identity because K is defined as K is equal to quantity of money supply divided by national income. This is M divided by PY. M divided by PY. അപ്പൊ K കിട്ടണമെങ്കിൽ എന്താ? M divided by P എത്രയാണ്? Now Cambridge Economics also assume that K is remain constant. Further, due to their belief that wage price flexibility ensure full employment of resources, and the level of real national income was also fixed corresponding to the level of aggregate output produced by full employment of resources. അപ്പം ഇവിടെയും കെയിനെയും ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ തിയറിയിൽ നമ്മൾ അസ്യൂം ചെയ്യുക. ബിനെ പോലെ തന്നെ കെയും കോൺസ്റ്റന്റ് ആയിട്ടാണ് കാണുക. Thus, from the equation 3 it follows that with K and Y remain constant, price level is determined by the quantity of money. Changes in the quantity of money will cause proportionate change in the price level. അപ്പൊ ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഐഡിയ എന്താ? നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷനിൽ എന്തൊക്കെയാ കോൺസ്റ്റന്റ്? ഈ കെയും കോൺസ്റ്റന്റാ, വിയും കോൺസ്റ്റന്റാ. നമ്മൾ അപ്പുറത്ത് വിയുടെ കെയും വൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പുറത്ത് വിയും ടിയും അല്ലെങ്കിൽ വിയും വൈയും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കോൺസ്റ്റന്റാ. ഇത് രണ്ടും എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെയാകുമ്പോൾ പ്രൈസ് ലെവലും മണി സപ്ലൈയും തമ്മിൽ എന്താണ്? അവർ തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അവിടെ ഒറിജിനൽ ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, some economists have pointed out similarity between Cambridge cash balance approach and Fisher's transaction approach. According to them, K is reciprocal of V. So K is equal to 1/V or V is equal to 1/K. അപ്പം ഏതാണ്? M is equal to 1/V PY അല്ലെങ്കിൽ MV is equal to PY എന്ന് എഴുതിയാൽ ഇതെന്താ? ആക്ച്വലി കറക്റ്റാ, സെയിം ഇക്വേഷൻ ആണ്. അതായത് M is equal to അല്ലെ? നമ്മള് ക്യാഷ് ബാലൻസ് അപ്രോച്ച് എങ്ങനെയാ? M is equal to KPY എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ കെക്ക് വരെ അവിടെ അവരെന്തിനെ ആഡ് ചെയ്തു? 1/V എന്ന് ആഡ് ചെയ്തു. അപ്പം ആ ഇക്വേഷൻ എന്തായി? ഇതായി ഇക്വേഷൻ. അപ്പൊ ഈ വിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അതായത് MV is equal to PY എന്നുള്ള ഇക്വേഷൻ ആയില്ലേ?
റൈറ്റ് അല്ലേ? അപ്പൊ രണ്ടും ഏതാ? ഒറിജിനൽ ഈ ഇൻകം വേർഷൻ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ അപ്രോച്ച് പറഞ്ഞ അതേ ട്രാൻസാക്ഷൻ അപ്രോച്ചിന്റെ ഇൻകം വേർഷൻ തന്നെയാണ് അവിടെ ആക്ച്വലി എവിടെ തന്നിരിക്കുന്നത്? ക്യാഷ് ബാലൻസ് അപ്രോച്ചിലും തന്നിരിക്കുന്നത്. പക്ഷെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഏതാണ് ഫംഗ്ഷൻ ആണ് മണിക്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസാക്ഷൻ ആൻഡ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്തൊക്കെയാണ്? ദ ട്രാൻസാക്ഷൻ അപ്രോച്ച് ഫോക്കസസ് ഓൺ ദി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ ഓഫ് മണി. പീപ്പിൾ ഹോൾഡ് മണി primarily for making payment for goods and services. Cash balance approach emphasizes the store of value function of money. Money is helped to preserve value for future spending. The both suggest proportionality between changes in the quantity of money and price level. രണ്ട് തിയറിയിലും പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഓഫ് മണിയും തമ്മിലുള്ള പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് പറയുന്നത്. Both assume full employment due to base price flexibility, resulting in a perfectly inelastic aggregate supply at full employment output. അപ്പൊ സിമിലാരിറ്റിയും ഡിഫറൻസും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇവിടെ കാണേണ്ടത് ഈ ക്യാഷ് ബാലൻസ് അപ്രോച്ചില് നമ്മൾ പറഞ്ഞു ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ. അപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്ന എന്താണ്? M = KPY എന്ന് പറയുന്നതാണ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നേരത്തെ ഫിഷർ ഐഡന്റിറ്റിയിലാണ് MV = PT അല്ലെങ്കിൽ MV = PY എന്ന് പറയുന്നതാണ് ട്രാൻസാക്ഷൻ അപ്രോച്ചിന്റെ ഇക്വേഷൻ. അപ്പം ഇതിനെ രണ്ടും കണക്ട് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പം ഇവിടെ ക്യാഷ് ബാലൻസ് അപ്രോച്ചിന്റെ ജനറൽ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? M = KPY എന്ന് പറയുന്നത് തന്നെയാണ്. ഇനി ഇതിനോട് സിമിലർ ആയിട്ട് സ്ലൈറ്റ്ലി ചേഞ്ചസ് ആയിട്ടാണ് മറ്റ് എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ എക്കണോമിസ്റ്റുകളെല്ലാം സിമിലർ ഐഡിയ ആണ്, പക്ഷെ സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ മറ്റ് എക്കണോമിസ്റ്റുകൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ അവരുടെ സെപ്പറേറ്റ്ലി ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേതാണ് പിഗു. പിഗു എവിടെ തന്നെ വരുന്ന? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് തന്നെ വരുന്ന ആളാണ് ഈ പറയുന്ന പിഗു എന്ന് പറയുന്നത്. അപ്പൊ ഈ പിഗുവിന്റെ വേർഷൻ ആണ് നമുക്കിനി കാണേണ്ടത്. പൈ = KR/M. അപ്പൊ പിഗു പറയുന്നത് എന്താണ്? പൈ = KR/M എന്ന് പറയുന്നത്. പൈ എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസിംഗ് പവർ. നേരത്തെ നമ്മള് ഏതാണ് P = N/KY എന്നല്ലേ നമ്മൾ ക്യാഷ് ബാലൻസ് അപ്രോച്ചിനെ റീറൈറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഈ പ്രൈസിന് പകരം പ്രൈസും പർച്ചേസിംഗ് പവറും രണ്ടും രണ്ടാ. പ്രൈസിന്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പർച്ചേസിംഗ് പവർ എന്ന് വിളിക്കുക. 1/P നമ്മൾ എന്ത് വിളിക്കുക? പർച്ചേസിംഗ് പവർ. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് ലെവല് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അഗ്രഗേറ്റ് പ്രൈസ് ലെവലാണ് തന്നിരിക്കുന്നത്. പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് അല്ലെ. ഇൻഫ്ലേഷൻ നമ്മൾ നേരത്തെ ഇൻഫ്ലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഇൻഫ്ലേഷൻ കൂടിയ പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നു. അപ്പം ഈ 1/P നമ്മൾ യൂഷ്വലി എന്ത് വിളിക്കുക? പർച്ചേസിംഗ് പവർ എന്ന് വിളിക്കുക. അപ്പൊ ഈ പർച്ചേസിംഗ് പവറിനെയാണ് ഇവിടെ ആര് കാണിച്ചിരിക്കുന്നത്? ഈ പറയുന്ന പിഗുവിന്റെ പൈ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സംടൈംസ് ഇതിനെ 1/P എന്നും പറയാറുണ്ട്. 1/P എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പം ഈ പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്ന് പറയുന്നത് കെന്റെയും ആറിനും ആയിട്ട് ഡയറക്ട്ലി റിലേറ്റഡ്, മണി സപ്ലൈ ആയിട്ട് എന്താണ്? ഇൻഡയറക്ട്ലി റിലേറ്റഡ്. അതായത് മണി സപ്ലൈ കൂടിയാൽ പർച്ചേസിംഗ് പവർ കുറയും, മണി സപ്ലൈ കുറഞ്ഞാല് പർച്ചേസിംഗ് പവർ കൂടും. അപ്പം ഈ മണി സപ്ലൈയും പർച്ചേസിംഗ് പവറും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇവിടെ K എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഹോൾഡ് ചെയ്യുന്ന പ്രപ്പോർഷൻ ആണ്. ഇൻകത്തിന്റെ ഏതാണ്? എത്രമാത്രം പോർഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, അതാണ് K എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് വെലോസിറ്റി ആണ്. വിയുടെ ഇൻവേഴ്സിനെയാണ് നമ്മൾ K എന്ന് വിളിക്കുക. ഓക്കെ, R നമ്മൾ ഓൾറെഡി പറഞ്ഞ വോളിയം ഓഫ് റിയൽ ഇൻകം ആണ്. വോളിയം ഓഫ് റിയൽ ഇൻകത്തിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുക. അപ്പുറത്ത് നമ്മൾ ഏതാണ്? ഈ ഒറിജിനൽ ഇക്വേഷൻ നമ്മൾ Y ആയിട്ടാണ് അത് യൂസ് ചെയ്തത്. ഇവിടെ പിഗു യൂസ് ചെയ്തത് എന്താണ്? R യൂസ് ചെയ്തത്. അത് മാത്രമേ ചേഞ്ച് വരിക, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ദെൻ M എന്ന് പറയുന്ന സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ ആണ്, അതാണ് M എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പൊ പിഗുവിന്റെ പൈ = KR/M എന്നാണ്. അത് മാറിപ്പോകരുത്. എന്താണ് ജനറൽ ഇക്വേഷൻ? നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ക്യാഷ് ബാലൻസ് അപ്രോച്ചിന്റെ ജനറൽ ഇക്വേഷൻ M = KPY എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ അതിനെ റീറൈറ്റ് ചെയ്ത വേർഷൻ ആണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. P = M/KY എന്നുള്ളതാണ്. പിഗു അതിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു വേർഷൻ, പക്ഷെ വേറെ രീതിയിൽ ഇതിനെ അവതരിപ്പിച്ചിരുന്നത്. ഇവിടുത്തെ മീനിങ്സ് തന്നെയാണ് വരിക, സെയിം മീനിങ്സ് ആണ് വരിക. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ പൈ എന്ന് പറയുന്നത് നമ്മൾ എന്ത് 1/P എന്ന് എഴുതാം. 1/P തന്നെയല്ലേ പർച്ചേസിംഗ് പവർ. ഇതിന്റെ ഇൻവേഴ്സ് എടുത്ത് നോക്കിയേ. P = M/KR എന്ന് വരും. ഇതാ വരുന്നത്. ഇതിന്റെ അർത്ഥം എന്തോ? മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിൽ ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. Kയും R ആയിട്ട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ.
സെയിം ഐഡിയ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് പർച്ചേസിംഗ് പവർ ഓഫ് മണി ഓർ ദ വാല്യൂ ഓഫ് മണി വേരീസ് ഡയറക്ട്ലി വിത്ത് കെ ഓർ ആർ ആൻഡ് ഇൻവേഴ്സ്ലി വിത്ത് എം. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അടുത്തയാളുടെ ആരാണ്? മാർഷലിന്റെ ഇക്വേഷൻ. മാർഷലിന്റെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട എം ഇസിക്കൽ ടു കെ പി വൈ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതിന്റെ റീഅറേഞ്ച്മെന്റ്സ് ആണ്. റീഅറേഞ്ച്മെന്റ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒറിജിനൽ ക്യാഷ് ബാലൻസ് അപ്രോച്ച് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഏതാണ് കേംബ്രിഡ്ജ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക എം ബിസിക്കൽ ടു കെ പി വൈ തന്നെ. അതിനെ റീഅറേഞ്ച് ചെയ്യുന്ന എം ബിസിക്കൽ ടു കെ വൈ എന്നുള്ളത് റീഅറേഞ്ച് ചെയ്യാറുണ്ട്. ഇനി പർച്ചേസിംഗ് പവർ വേർഷനിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പിയുടെ ഏതാണ്? പിയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/p ആണ്. 1/p ആവുമ്പോൾ കെ വൈ ഡിവൈഡ് ബൈ എം എന്നാവും ഇക്വേഷൻ. ആ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം പർച്ചേസിംഗ് പവർ എന്താണ്? ഡയറക്ട്ലി റിലേറ്റഡ് ആണ് കെയും വൈയും ആയിട്ട്, ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ് എമ്മും ആയിട്ട്. അതാ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ആ സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇനി റോബർട്ട്സന്റെ എം ഇസിക്കൽ ടു കെ പി ടി. എം ഇസിക്കൽ ടു കെ പി ടി. അപ്പൊ റോബർട്ട് ടി ആ ടി ഓർത്താൽ മതി. പിഗുവിന്റെ ആണ് പൈ ഇസിക്കൽ ടു കെ ആർ ഡിവൈഡ് ബൈ എം ആണ്, അല്ലെങ്കിൽ പി ഇസിക്കൽ ടു എം ഡിവൈഡ് ബൈ കെ ആർ എന്നുള്ളതാണ്. ഇനി റോബർട്ട്സൺ ടി എപ്പോഴും ഓർക്കുക. ഇവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്കണോമിക്സുകൾ സെപ്പറേറ്റ്ലി ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്ട്രെസ് ചെയ്ത് നിങ്ങളോട് ഇത് പിന്നെയും പറയുന്നത്. എം ഇസിക്കൽ ടു കെ പി ടി എന്നുള്ളതാണ് റോബർട്ട്സന്റെ ഇക്വേഷൻ വരിക. അപ്പൊ ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി പർച്ചേസ്ഡ് ഡ്യൂറിംഗ് എ ഇയർ. കെ പ്രൊപ്പോർഷൻ ഓഫ് ടി വിച്ച് പീപ്പിൾ വിഷ് ടു ഹോൾഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്, അതിനെയാണ് കെ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ അതേ മീനിങ്സ് തന്നെയാണ് എല്ലാത്തിനും വരെ. ഇവിടെ നമുക്ക് എന്താണ്? റീഅറേഞ്ച്മെന്റ്സ് പറ്റും. എന്താണ്? പ്രൈസ് ലെവൽ കിട്ടാൻ വേണ്ടി അല്ലെ? ഇവിടെ നമ്മൾ എം എന്ന് പറയാം, പ്രൈസ് ലെവൽ കിട്ടാൻ എം ഡിവൈഡ് ബൈ കെ ടി എന്ന് നമ്മൾ എഴുതും. അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ ആണെങ്കിൽ 1/p ഇസിക്കൽ ടു കെ ടി ഡിവൈഡ് ബൈ എം. പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് കെയും ടി ആയിട്ട് ഡയറക്ട്ലി റിലേറ്റഡ്, മണി സപ്ലൈ ആയിട്ട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആരുടെയാണ്? കെയ്ൻസിന്റെ ഇക്വേഷൻ. കെയ്ൻസ് പറഞ്ഞിരിക്കുന്നത് എൻ ഇസിക്കൽ ടു പി കെ ഓർ പി ഇസിക്കൽ ടു എൻ ഡിവൈഡ് ബൈ കെ എന്നുള്ള. എൻ എന്ന് പറയുന്നത് ടോട്ടൽ മണി ഇൻ സർക്കുലേഷൻ, അതായത് ക്വാണ്ടിറ്റി ഓഫ് മണി ആണ് എൻ കാണിക്കുക. പി ജനറൽ പ്രൈസ് ലെവൽ, കെ എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കൺസപ്ഷൻ യൂണിറ്റ് വിച്ച് ദ പീപ്പിൾ ഡിസൈഡ് ടു കീപ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതാണ് കെ എന്ന് പറയുക. ഓക്കെ, അപ്പം ഇവിടെ എൻ ഇസിക്കൽ ടു പി കെ അല്ലെങ്കിൽ പി ഇസിക്കൽ ടു എൻ ഡിവൈഡ് ബൈ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് മണി. എൻ എന്ന് പറയുന്നത് എന്താ? ക്വാണ്ടിറ്റി ഓഫ് മണിയാണ്. അതുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡും കെയുമായിട്ട് ഇൻഡയറക്ട്ലി റിലേറ്റഡ്. ആ ഹോൾഡ് ചെയ്യുന്ന കാശുമായിട്ട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? മണി സപ്ലൈ ആണ്. മണി സപ്ലൈ എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എന്തൊക്കെയായിട്ട്? പിയും കെയും ആയിട്ട്. അതാ ഇവിടെ തന്നിരിക്കുന്നത്. In other words, K indicate those consumption units for which the purchasing power is kept by the public in the form of cash. Keynes referred to K's as the real balance. This equation known as the real balance quantity equation, which is the improvement over the Cambridge equation. അപ്പൊ കേംബ്രിഡ്ജ് ഇക്വേഷന്റെ ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കെയ്ൻസിന്റെ ആക്ച്വലി എന്താണ്? ഡിമാൻഡ് ഫോർ മണി തിയറി ആയിട്ട് നമ്മൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി അടുത്തത് പഠിക്കും. പക്ഷെ ഇനീഷ്യലി കെയ്ൻസ് ഏർലി സ്റ്റേജസിൽ ഈ പറയുന്ന ക്യാഷ് ബാലൻസ് അപ്രോച്ചിലേക്ക് തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യത്തെ എന്താണ്? പിഗുവിന്റെ ഇക്വേഷൻ. അപ്പൊ പിഗുവിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ പൈ ഇസിക്കൽ ടു കെ ആർ ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പിഗുവിന്റെ ഇക്വേഷൻ. അതല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ഈ പറഞ്ഞ പല രീതിയിൽ റീഅറേഞ്ച് ചെയ്യാം. ഏതാണ്? ഈ പ്രൈസ് ലെവലിലേക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ്? ഈ 1/p ഇസിക്കൽ ടു കെ ആർ ഡിവൈഡ് ബൈ എം എന്നുള്ളതിനെ നമുക്ക് പി ഇസിക്കൽ ടു എം ഡിവൈഡ് ബൈ കെ ആർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ കുഴപ്പമില്ല, എഴുതുന്നതിൽ തെറ്റില്ല. ദെൻ രണ്ടാമത്തതാണ് മാർഷലിന്റെ ആണ് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ച എം ഇസിക്കൽ ടു കെ പി വൈ എന്ന് നമ്മൾ പഠിച്ചത് അത് തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ റോബർട്ട്സന്റെ എം ഇസിക്കൽ ടു കെ പി ടി ആണ് റോബർട്ട്സൺ. പിന്നെ കെയ്ൻസിന്റെ എൻ ഇസിക്കൽ ടു പി കെ അല്ലെങ്കിൽ പി ഇസിക്കൽ ടു എൻ ഡിവൈഡ് ബൈ കെ എന്നുള്ളതാണ് റോബർട്ട്സന്റെ ഇക്വേഷൻ. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് സെപ്പറേറ്റ്ലി അറിഞ്ഞിരിക്കുക. അപ്പൊ ക്യാഷ് ബാലൻസ് ഇക്വേഷൻ ജനറലി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണെങ്കിലും എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഏതാണെങ്കിലും പ്രശ്നമില്ല. ഇനി അപ്പൊ ഞാനിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ഏതാണ് ട്രാൻസാക്ഷൻ അപ്രോച്ചിന്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എം ബി ഇസിക്കൽ ടു പി ടി, അതല്ലെങ്കിൽ എം ബി ഇസിക്കൽ ടു പി വൈ. ഇത് രണ്ടും ഏതാണ്? ഇത് ട്രാൻസാക്ഷൻ വേർഷനും ഇത് ഇൻകം വേർഷനും. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അപ്രോച്ചിന്റെ തന്നെ രണ്ട് ടൈപ്പുകളാണ്. ഇനി നിങ്ങൾ ക്യാഷ് ബാലൻസ് അപ്രോച്ചിന്റെ ഇക്വേഷൻ ഏതാന്ന് ചോദിച്ചാൽ എന്താണ്? എം ഇസിക്കൽ ടു കെ പി വൈ എന്നുള്ളതാ വരിക. ഓക്കെ, ഇനി മറ്റ് എക്കണോമിസ്റ്റുകളെ സ്ലൈറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ,
അപ്പം ഇതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഏതാണ് ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡിമാൻഡ് ഫോർ മണി തിയറി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ രണ്ട് വേർഷൻസിനെയാണ്. അപ്പം അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. മേജർ ലിമിറ്റേഷൻസ് ഒന്ന് നോക്കാം. നമ്മൾ കെനീഷ്യൻ തിയറീസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ക്യാഷ് ബാലൻസ് അപ്രോച്ചിന്റെ മേജർ ആയിട്ടുള്ള ലിമിറ്റേഷൻസ്. assumption of constant K. Assume that proportion of income held by money is constant, which is unrealistic as K fluctuate, especially in the short run. അപ്പം നമ്മൾ K എന്ത് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. നമ്മൾ ബി കോൺസ്റ്റന്റ്, നമ്മൾ കെയ്ൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, കെയ്ൻസ് ഈ ബി കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്ത ക്ലാസിക്കൽ തിയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കെയും എന്തല്ല കോൺസ്റ്റന്റ് ആണെന്നുള്ള അസംഷൻ അൺറിയലിസ്റ്റിക് ആണ്. എക്സ്ക്ലൂഷൻ ഓഫ് മണി ആസ് ആൻ അസറ്റ്. മണീനെ ഇവിടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ചും സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് ആ രണ്ട് തിയറീസും കണ്ടിട്ടുള്ളത്. ആ മണീനെ ഒരു അസറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള, ഒരു അസറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനെ മണീനെ കൺസിഡർ ചെയ്യുന്നില്ല. ആ അസറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് കെയ്ൻസ് പിന്നീട് എന്ത് ചെയ്യുന്നത്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന ഒരു വേർഷനെ നമുക്ക് കാണാൻ സാധിക്കുക. ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറിയിലെ ട്രാൻസാക്ഷൻ മോട്ടീവിനെയും പ്രിക്കോഷണറി മോട്ടീവിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്ന ഒരു ഐഡിയ, അതായത് മണി ഒരു അസറ്റ് ആയിട്ട് കണ്ടുകൊണ്ടുള്ള ഐഡിയ തരുന്നത് കെയ്ൻസ് ആണ്. Then criticism similar to the transaction approach shares the same weaknesses as Fisher's theory, including assumptions of proportionality and full employment. Full employment പോലുള്ള assumptions വളരെ unrealistic ആണ്. ഇത്രയും ലിമിറ്റേഷൻസ് ആണ് ഈ ക്യാഷ് ബാലൻസ് അപ്രോച്ചിനും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ അപ്രോച്ചിനും. ഈ ലിമിറ്റേഷൻസ് എല്ലാം നമുക്ക് എവിടെയും കാണാൻ പറ്റും, ട്രാൻസാക്ഷൻ അപ്രോച്ചിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്യാമോ ക്ലിയർ ആണെങ്കിൽ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഇക്വേഷൻ M = KPT ഈസ് propounded by which of the following Cambridge economists? അപ്പൊ വളരെ ശ്രദ്ധിച്ചറിഞ്ഞിരിക്കുക. നമ്മുടെ കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ പലരുണ്ട്. അപ്പൊ അവിടെ M = KPT എന്ന് പറയുന്ന ഇക്വേഷൻ പ്രൊപ്പോണ്ട് ചെയ്തത് ഏത് എക്കണോമിസ്റ്റ് ആണ്? നേരത്തെ ഞാൻ പറഞ്ഞ T എന്ന് പറയുന്നത് ആരുമായിട്ട്, റോബർട്ട്സണുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ റോബർട്ട്സണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ റൈറ്റ് ആൻസർ റോബർട്ട്സൺ ഏതാണ്? C ആണ് റൈറ്റ് ആയിട്ട് വരിക അല്ലെ. കെയ്ൻസിന്റെ N = PK ആയിരുന്നു. ദെൻ മാർഷൽ ആണെങ്കിൽ M = KPY ആയിരുന്നു. പിഗു ആയിരുന്ന പൈ = KR/M ആയിരുന്നു. ഇതായിരുന്നു ഇക്വേഷൻസ് അല്ലെ. ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. അക്കോർഡിംഗ് ടു പിഗുസ് ഇക്വേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് അപ്രോച്ച്, ദ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് എന്താ? 1/P അല്ലാതെ P അല്ല. 1/P റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന പിഗുവിന്റെ ഇക്വേഷൻ അല്ല. അപ്പൊ നമ്മൾ 1/P നെ നമ്മൾ പൈ എന്നാ നമ്മൾ പറയാം. പൈ എന്താണ്? വാല്യൂ ഓഫ് മണി എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ട്? വേരീസ് ഡയറക്ട്ലി വിത്ത് ദ പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ റിയൽ റിസോഴ്സസ് ഓർ ഇൻകം വിച്ച് പീപ്പിൾ വിഷസ് ടു ഹോൾഡ് ഇൻ ദ ഫോം ഓഫ് ലീഗൽ ടെൻഡർ. വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ റിയൽ റിസോഴ്സസ് ഓർ ഇൻകം വിച്ച് പീപ്പിൾ വിഷസ് ടു ഹോൾഡ് ഇൻ ദ ഫോം ഓഫ് ലീഗൽ ടെൻഡർ. Varies directly with the number of actual unit of legal tender money and varies inversely with the real income. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എന്താ? പിഗുവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ = KR/M എന്നാണ് നമ്മൾ പറഞ്ഞത്. പൈ എന്ന് പറയുന്നത് എന്താ? പർച്ചേസിംഗ് പവറാ അല്ലെ. അപ്പൊ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് എന്താ? ഈ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നതാണ് പർച്ചേസിംഗ് പവർ. അപ്പൊ അത് എന്തിനോടാണ്? കെയോടും ആറിനോടും ഡയറക്ട്ലി റിലേറ്റഡ്, എമ്മിനോട് ഇൻഡയറക്ട്ലി റിലേറ്റഡ്. കെ എന്ന് പറയുന്നത് എന്താന്നാ പറയുന്നത്? നമ്മുടെ ഹോൾഡ് ചെയ്യുന്ന, നമ്മുടെ കൈവശം ഹോൾഡ് ചെയ്യുന്ന മണി, അതിനോട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അപ്പൊ കെ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടോ എന്ന് നോക്കിയാൽ മതി. കെ എന്ന് പറയുന്നുണ്ടോ? ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. എന്താ? വേരീസ് ഡയറക്ട്ലി വിത്ത് ദി പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ റിയൽ റിസോഴ്സസ് ഓർ ഇൻകം. ടോട്ടൽ ഇൻകത്തിന്റെ ഏതാണ്, എത്ര പോർഷൻ ആണ് ആളുകളുടെ ഹോൾഡ് ചെയ്യാൻ ചെയ്യാന്ന്, അതിനോട് ഡയറക്ട്ലി റിലേറ്റഡ്, ഡയറക്ട്ലി വേരി ചെയ്യുന്നു. കെ കൂടുമ്പോ വാല്യൂ കൂടും, കെ കുറയുമ്പോ വാല്യൂ കുറയും, ഡയറക്ട്ലി റിലേറ്റഡ്. ഇനി റിയൽ ആർ എന്ന് പറയുന്നത് എന്താ? റിയൽ ഇൻകത്തിനെയാണ് കാണിക്കുന്നത് അല്ലെ. അപ്പം ഇതിനോട് രണ്ടിനോടും ഡയറക്ട്ലി റിലേറ്റഡ്. അപ്പൊ റൈറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് വരിക. വേറെ എന്തും നോക്കുക, വേറെ ഒന്നും കറക്റ്റ് ആയിട്ട് വരില്ല. നിങ്ങൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ്ലി വായിച്ചു നോക്കുക. അപ്പൊ അധികം
സമയം എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്താ എം, അതായത് സി പറഞ്ഞിരിക്കുന്നത് എന്താ, വേരീസ് ഡയറക്ട്ലി വിത്ത് ദ നമ്പർ ഓഫ് ആക്ച്വൽ യൂണിറ്റ് ഓഫ് ലീഗൽ ടെൻഡർ മണി. അതായത് മണി സപ്ലൈ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിയിൽ മണി സപ്ലൈ ആയിട്ട് ഡയറക്ട്ലി ആണോ? അല്ല, ഇൻഡയറക്ട്ലി ആണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ റിയൽ ഇൻകം. അല്ല, റിയൽ ഇൻകം എന്ന് പറയുന്ന ആറാണ്, റിയൽ ഇൻകം ആയിട്ട് ഡയറക്ട്ലി ആണ് റിലേറ്റഡ്, ഇൻവേഴ്സ്ലി അല്ല. അപ്പം ഇതല്ല, 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 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, then next one, according to the cash balance approach, the elasticity of demand for money. ഇപ്പൊ ക്യാഷ് ബാലൻസ് അപ്രോച്ച് അനുസരിച്ച് ഏതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു 1, ലെസ് ദാൻ 1, ഫ്ലക്ച്വേറ്റ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദി ഫേസസ് ഓഫ് ഇൻഫ്ലേഷൻ, ഈസ് മോർ ദാൻ 1. അപ്പൊ ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിൽ പറയുന്നത്? ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 1 ആണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ക്യാഷ് ബാലൻസ് അപ്രോച്ച്, the demand for money is primarily a function of income. The approach assumes that people hold a constant proportion of their income in the form of money balance. Thus, income elasticity of demand for money is equal to 1, meaning that if income double, the demand for money also double. അപ്പൊ income elasticity of demand for money എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈക്വൽ ടു 1 ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ. ഇതൊന്നും നിങ്ങളെ അഡീഷണൽ പോയിന്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പൊ കണ്ടോ, നമ്മൾ എത്ര പഠിച്ചെങ്കിലും ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചില അഡീഷണൽ പോയിന്റ്സ് നമുക്ക് വരും. അപ്പൊ നിങ്ങൾ അതുകൂടെ ആഡ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. അപ്പം ഇവിടെ എന്താണ് നമ്മൾ ക്യാഷ് ബാലൻസ് അപ്രോച്ചിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പുതിയ പോയിന്റ് ആണ് എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പം അതുകൂടെ ഒന്ന് ആഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, അഗെയിൻ നമ്മൾ പഠിച്ച ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് ആണ്. അത് ഓരോ എക്കണോമിസ്റ്റുകളുമായിട്ട് കണക്ട് ചെയ്താണ്. എൻ ഇസിക്കൽ ടു പി കെ എന്ന് പറയുന്നത് ആരുടെയാണ്? കെയ്ൻസിന്റെയാണ്. എം ഇസിക്കൽ ടു പി കെ ടി, എം ഇസിക്കൽ ടു പി കെ ടി, ടി വരുമ്പോൾ റോബർട്ട്സണുമായിട്ട് കണക്ട് ചെയ്യാം. ദെൻ പി ഇസിക്കൽ ടു കെ ആർ ഡിവൈഡ് ബൈ എം, പി ഇസിക്കൽ ടു കെ ആർ ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നത് ആക്ച്വലി പൈ ഇസിക്കൽ ടു കെ ആർ ഡിവൈഡ് ബൈ എം ആണ്. ഇവിടെ പി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? അത് പിഗൂന്റെ ആണ്. ദെൻ എം ഇസിക്കൽ ടു കെ പി വൈ, കെ പി വൈ എന്ന് പറയുന്ന മാർഷൽ ആണ്. എം ഇസിക്കൽ ടു കെ പി വൈ എന്ന് പറയുന്നത് മാർഷൽ ആണ്. അതാണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, റൈറ്റ് ഓപ്ഷൻ ഓപ്ഷൻ 4 ആണ്. ദെൻ അഗെയിൻ സെയിം തന്നെ അതാണ്. ഇവിടെ ഫിഷറിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, മാർഷൽ തന്നിട്ടുണ്ട്, റോബർട്ട്സൺ തന്നിട്ടുണ്ട്, കെയ്ൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കെയ്ൻസിന്റെ എൻ ഇസിക്കൽ ടു പി കെ ആണ്. ദെൻ ഐവിൻ ഫിഷറിന്റെ എം ബി ഇസിക്കൽ ടു പി ടി ആണ് ലാസ്റ്റ് വൺ. ദെൻ മാർഷലിന്റെ എം ബി ഇസിക്കൽ ടു കെ പി വൈ ആണ്. ദെൻ റോബർട്ട്സന്റെ എം ഇസിക്കൽ ടു പി കെ ടി, ടി യു ആയിട്ടാണ് റോബർട്ട്സൺ കണക്ട് ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ആ ഒരു കണക്ഷൻസ് ആണ് വരിക. അപ്പൊ ഇവിടുത്തെ ഏതാണ്? ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ കുറച്ച് ഇപ്പൊ ഉടനെ പഠിച്ചോണ്ടാണ്, 2-3 തവണ വായിച്ചു നോക്കുമ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പം ഓരോ ഇക്വേഷൻസും ഓരോ എക്കണോമിസ്റ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ദ ഫേമസ് ഇക്വേഷൻ എം ഇസിക്കൽ ടു പി കെ വൈ, കെ സ്റ്റാൻഡ് ഫോർ, കെ എന്താണ് മീൻ ചെയ്യാന്നുള്ളത്? ഫ്രാക്ഷൻ ഓഫ് റിയൽ ഇൻകം ഹെൽഡ് ഫോർ ട്രാൻസാക്ഷൻ, ഫ്രാക്ഷൻ ഓഫ് റിയൽ ഇൻകം ഹെൽഡ് ബൈ ദ പേഴ്സൺ, ഫ്രാക്ഷൻ ഓഫ് മണി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഹെൽഡ് ബൈ ദ പബ്ലിക്, നൺ ഓഫ് ദി എബോവ്. ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ആൻസർ ചെയ്ത് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഫ്രാക്ഷൻ ഓഫ് റിയൽ ഇൻകം, റിയൽ ഔട്ട്പുട്ട് ഹെൽഡ് ഫോർ ട്രാൻസാക്ഷൻ, ഫ്രാക്ഷൻ ഓഫ് മണി സപ്ലൈ ഹെൽഡ് ബൈ ദി പേഴ്സൺ, ഫ്രാക്ഷൻ ഓഫ് മണി വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് ഹെൽഡ് ബൈ ദി പബ്ലിക്, നൺ ഓഫ് ദി എബോവ്. ഏതാ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരാം. ഫ്രാക്ഷൻ ഓഫ് മണി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഹെൽഡ് ബൈ ദ പബ്ലിക്. അതായത് നമ്മൾ പറയുന്ന ടോട്ടൽ ട്രാൻസാക്ഷൻ, ടോട്ടൽ ഔട്ട്പുട്ടിന്റെ എത്ര പോർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു? മണി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ കെ എന്ന് വിളിക്കുക. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് മണി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഹെൽഡ് ബൈ ദ പബ്ലിക്, ഓപ്ഷൻ 3 ആണ് വരിക. അപ്പം കെ പി വൈ നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ ഇക്വേഷനിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കെ എന്നുള്ളത്. ഓക്കെ, ദെൻ the statement too much money chasing too few good is based on which of the following theoretical concept? അപ്പൊ ഈ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്. അതായത് മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിലുള്ള ആ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പിനെ പറയുന്നത്. ഒരു എക്കോണമിയിൽ ഒരുപാട് എന്തുണ്ട്? മണി ഉണ്ട്, ലെസ് ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ലെവലിൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. മണി സപ്ലൈ കൂടിയാൽ പ്രൈസ് ലെവൽ കൂടുന്നു. അതായത് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ് എന്നുള്ളത് ഏതാണ്? ഈ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ഒരു നട്ഷലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇതിന്റെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മേജർ തിയറീസ് ആണ് ട്രാൻസാക്ഷൻ അപ്രോച്ചും
ക്യാഷ് ബാലൻസ് അപ്രോച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതില് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇനി കെനീഷ്യൻ ഐഡിയാസിലേക്കൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇവിടെ നിങ്ങൾ ഫിഷറിന്റെ ഐഡന്റിറ്റി പഠിക്കുക, MB = PT പഠിക്കുക. ദെൻ അതുപോലെ തന്നെ ഏതാണ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിലെ ഏതാ M = KPY എന്നുള്ള ജനറൽ ഇക്വേഷനും സെപ്പറേറ്റ്ലി ഓരോ എക്കണോമിസ്റ്റുകളുടെ ഇക്വേഷൻ തരാം. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞാൽ റീസെന്റ് എക്സാമിന് ഈ ഒരു ഡെറിവേഷൻസ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഈ 2 ഇക്വേഷൻസ് മാത്രം പറഞ്ഞു തന്ന് അതിന്റെ ഓരോ ടേംസും പറഞ്ഞു കഴിഞ്ഞ് നിർത്താവുന്നതാണ്. പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് ഇത് കറന്റ് എക്സാമിന്റെ ഒരു ട്രെൻഡ് കണ്ടതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി തിയറിനെ ഡിമാൻഡ് ഫോർ മണി തിയറി ആയിട്ട് കൺവേർട്ട് ചെയ്തെന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ട്രാൻസാക്ഷൻ അപ്രോച്ചും ക്യാഷ് ബാലൻസ് അപ്രോച്ചും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണെന്നും കെയും വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ചോദിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയ്സിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് പോകും. അപ്പം എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.